നമ്മുടെ ആചാര്യന്മാരിലൂടെ നമുക്ക് തന്ന ഈ അറിവ് ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹം വേണം. കാരണം നമുക്കൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കൊരു ആൾക്കോ രണ്ടാൾക്കോ ഒന്നും ചെയ്യാവുന്നതല്ല, ഒരു സംഘടനയ്ക്ക് പോലും ചെയ്യാവുന്നതല്ല. കാരണം ലോകം മുഴുവനും എത്തിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ എത്താൻ കഴിവുള്ള ലോക ജനതയ്ക്ക് നന്മ വരുത്താൻ കഴിവുള്ള ഒരു വിപ്ലവാത്മകമായ ഒരറിവാണ് ഈ ജർമ്മൻ ന്യൂ മെഡിസിൻ. അത് വളരെ നൂതനമാണ്, വളരെ അധികം ലൈഫ് ചേഞ്ചിങ് ആണ്. നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, രോഗം എന്ന് പറയുന്ന പ്രതിഭാസത്തോട് നമുക്കൊക്കെയുള്ള ആ ഒരു സമീപനം എത്രമാത്രം വികലമായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ആചാര്യന്മാര്. ഞാൻ എപ്പോഴും അവരെ വിളിക്കുന്നത് പ്രവാചകന്മാരെന്ന്. കാരണം നമുക്കറിയത്തില്ലാത്ത മേഖലകളിൽ, സത്യം എന്ന് പറയുന്ന മേഖലകളിലുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് എത്തിക്കുന്നവരാണ് അവർ. അത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് ലെജൻഡ്സ് ആണ് അവരൊക്കെ. അവർ പറഞ്ഞത് ജസ്റ്റ് ലൈക്ക് ദി ഹോളി സ്ക്രിപ്ചർ, ഇറ്റ് വിൽ റിമെയിൻ ത്രൂ ഔട്ട് till the end of the world, അല്ലെങ്കിൽ end of the life. അതുകൊണ്ട് നമുക്ക് ആ ഓർമ്മയോടുകൂടി ഈ വളരെ വിലപ്പെട്ട അറിവ് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ് എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ജർമ്മൻ ന്യൂ മെഡിസിൻ വായിച്ചു തുടങ്ങിയ എല്ലാവർക്കും അറിയാം, ജർമ്മൻ ന്യൂ മെഡിസിനിൽ അല്ലെങ്കിൽ GHK എന്ന് ജർമാനിഷെ ഹെൽക്കുണ്ടെ എന്ന് പറയുന്ന ജർമാനിക് ഹീലിംഗ് നോളജിൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വാക്കില്ല. വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ബൈ വേ ഓഫ് സിംറ്റംസ്, അതെല്ലാം ബയോളജിക്കലി സ്പീക്കിംഗ് അതെല്ലാം ഓർഡറാണ്. അപ്പോൾ ഡിസോർഡർ എന്ന് പറയുന്ന കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മാറ്റങ്ങളെയും, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ഫങ്ഷൻ എന്നും വിളിക്കാൻ പറ്റത്തില്ല, ചേഞ്ച് ഓഫ് സിംറ്റംസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ആ ചേഞ്ച് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിൻ്റെ പിന്നിലുള്ള ബയോളജിക്കൽ ലോ അല്ലെങ്കിൽ ബയോളജിക്കൽ റൂൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ അതിനെ ഭയം കൂടാതെ ഈ ലക്ഷണങ്ങളെ സമീപിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് തൈറോയിഡ് ഡിസോർഡേഴ്സ് ആണ്, എ കംപ്ലീറ്റ് GHK പെർസ്പെക്റ്റീവ്. അപ്പോൾ ഡിസോർഡർ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്ന അവയവം അല്ലെങ്കിൽ ഗ്രന്ഥി, അതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത്. അത് ഡോക്ടേഴ്സ് ആയാലും അല്ലാത്തവരായാലും തൈറോയിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് എൻഡോക്രൈൻ സിസ്റ്റം, അതായത് ഡക്റ്റില്ലാതെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ രക്തത്തിലേക്ക് നേരിട്ട് കൊടുക്കുന്ന ഒരു അവയവം അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ തൈറോയിഡിനെ കാണുന്നത്. അനാറ്റമിക്കലി നമുക്കെല്ലാം അറിയുന്നതാണ് വിചാരിക്കുന്നത്, ഡോക്ടേഴ്സ് അല്ലാത്തവർക്കും അറിയാം. അത് നമ്മുടെ ലാരിങ്സിൻ്റെ താഴെയായിട്ട്, ട്രക്കിയയുടെ തൊട്ട് മുൻപിലായിട്ട്, കഴുത്തിൻ്റെ രണ്ട് വശത്തും രണ്ട് എതളുകളായിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. അതിൻ്റെ ഫങ്ഷനിലെ മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. തൈറോയിഡ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൻ്റെ അടുത്ത് പറയാറുള്ള പോലെ നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പഠനങ്ങളിൽ എന്നും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് തൈറോയിഡ് ഡിസോർഡേഴ്സ്. അതുകൊണ്ട് സാധാരണ ഒരു പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഷുഗറിന്, ഒന്ന് കൊളസ്ട്രോളിന്, ഒന്ന് പ്രഷറിന്, ഒന്ന് തൈറോയിഡ്. ഏറ്റവും മിനിമം ഒരു 4 ഗുളിക കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ 4 മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മരുന്ന് തൈറോയിഡിനുണ്ടായിരിക്കും. അപ്പം വൈദ്യശാസ്ത്രം തന്നെ ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ചെലവാകുന്ന ഒരു രോഗമാണ്. ഇപ്പോൾ ഡോക്ടേഴ്സായിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന പോലെ
തൈറോയിഡ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്ന രോഗം, അത് ഹൈപ്പോർ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കുറച്ച് ഡെറ്റ് റിലേറ്റഡും കൂടെ പഠിക്കും. അതിൻ്റെ ബയോളജി അല്ല അതിൻ്റെ അനാറ്റമി ഫിസിയോളജി ഒക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത്രയും വിഭാഗത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ധാരാളം പേരുണ്ട്. ഏതെങ്കിലും ഏത് രോഗം വന്നാലും, ഒരാൾ ക്ഷീണം വന്നോട്ടെ, ഒരാൾക്ക് പ്രഷർ കൂടിക്കോട്ടെ, ഒരാൾക്ക് തലവേദന എടുത്തോട്ടെ, ഒരാൾ ഉറക്കം കുറഞ്ഞോട്ടെ, ഏത് പ്രശ്നം, ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാലും തൈറോയിഡും കൂടി ഒന്ന് നോക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണ ജനങ്ങളുടെ അടുത്തുണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് മരുന്ന് കഴിച്ചിട്ട് ആ തൈറോയിഡ് സെക്രീഷൻ അല്ലെങ്കിൽ അതിന്റെ ഹോർമോൺ തൈറോക്സിൻ അത് കൂടുതലാണെങ്കിൽ അത് താഴ്ത്താനുള്ള മരുന്ന്, കുറവാണെങ്കിൽ അത് കൂട്ടാനുള്ള മരുന്ന്, ഇങ്ങനെയൊക്കെയാണ് ചികിത്സ മറ്റേത് ആരോഗ്യ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന പോലെ അലോപ്പതി എന്ന് പറയുന്ന കൺവെൻഷണൽ മെഡിസിൻ കൈകാര്യം ചെയ്യും. അതിൻ്റെ ഇല്ലോജിക്കലായിട്ടുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ അതിൻ്റെ യാതൊരു സാങ്കത്യവുമില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണമില്ലാത്ത ഒരു സമീപനമാണെന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും തൈറോയിഡ് വളരെ കോമൺ ആണെങ്കിലും ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ മുഴുവൻ രോഗാവസ്ഥകളെ കുറിച്ചും വളരെ നന്നായിട്ട് അറിയുന്നവർ വളരെ കുറച്ചാണെന്നുള്ളതാണ് സത്യം. കാരണം തൈറോയിഡിന്റെ ഫങ്ഷന് അല്ല ഡിസ്ഫങ്ഷൻ, അതിനു വേണ്ടിയിട്ട് കുറച്ച് മരുന്നൊക്കെ നമുക്കറിയാം, നമ്മളത് കൊടുത്തു, വീണ്ടും തൈറോയിഡിന്റെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് മരുന്നുകൾ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. അല്ലാതെ ആഴത്തിൽ പോയി എന്തുകൊണ്ടാണ് തൈറോയിഡ്, എന്താണ് തൈറോയിഡിന്റെ ഫങ്ഷൻ, അതെപ്പോഴാണ് അതിൻ്റെ സോ കോൾഡ് ഡിസ്ഫങ്ഷനിലേക്ക് പോകുന്നത് എന്നൊക്കെ വളരെ ലോജിക്കലായിട്ട് റാഷണലായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. പലപ്പോഴും കൺവെൻഷണൽ മെഡിസിൻ പഠിക്കുന്ന അതേ പോർഷൻസ് ഒക്കെ തന്നെയാണ് ഹോമിയോപ്പതി കോളേജിൽ നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പുട്ടിന് പീര പോലെ അതിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇടുന്ന പോലെ നമ്മൾ മെഡിസിൻ അല്ലെങ്കിൽ രോഗാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നത് കൺവെൻഷണൽ മെഡിസിൻ പഠിക്കുന്ന അല്ലെങ്കിൽ അലോപ്പതിക്കാർ പഠിപ്പിക്കുന്ന അതേ ടെക്സ്റ്റുകൾ ഫോളോ ചെയ്യുന്നു, അതേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. എന്നിട്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കും. ഇതാണ് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ് മെജോറിറ്റി, അതുകൊണ്ട് സമീപനം. അപ്പം അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കൂടെ കൃത്യമായി മനസ്സിലാക്കണം, വളരെ പ്രിസൈസ് ആയിട്ട്, വളരെ എക്സാക്റ്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു മെഡിക്കൽ പാർലൻസിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിനാറിയോയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി മിസ്റ്ററീസ് ആണ്. എന്തുകൊണ്ടാണ് മിസ്റ്ററീസ് ഉണ്ടാകുന്നത്? കാരണം ആർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമില്ല. GHK അല്ലെങ്കിൽ GNM പഠിക്കാത്ത ആർക്കും അത് കൃത്യമായിട്ട് വിവരിക്കാനോ ഡിഫൈൻ ചെയ്യാനോ വിശദീകരിക്കാനോ സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും തൈറോയിഡ് രോഗങ്ങളുടെ കൂടെ എപ്പോഴും ഒരു മിസ്റ്ററി, ഒരു മനസ്സിലാകാത്ത ഒരു രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് പലപ്പോഴും കാണുന്നത്. അത് കാരണം പലപ്പോഴും നമുക്കറിയത്തില്ല, ഒട്ടുമേ ന്യായീകരിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ്. അതായത് അയഡിൻ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ജനറ്റിക് ഡിസ്ഫങ്ഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒട്ടുമേ വിശ്വസിക്കാൻ പറ്റാത്ത, ഒട്ടുമേ ന്യായീകരിക്കാൻ പറ്റാത്ത കുറേ കാരണങ്ങൾ മൂലമാണ്, അല്ലെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളോട് ഈ തൈറോയിഡ് രോഗത്തെക്കുറിച്ച് കൺവെൻഷണൽ മെഡിസിൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിക്കണം, അത് മാനേജ് ചെയ്യണം. എങ്ങനെ? തൈറോക്സിൻ കുറവാണ്, അത് കൂട്ടണം, കൂടുതലാണെങ്കിൽ കുറയ്ക്കണം. ഇങ്ങനെയല്ല, എപ്പോഴാണ് തൈറോക്സിൻ എന്ന് പറയുന്ന സെക്രീഷൻ അല്ലെ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലാവുന്നത്, എപ്പോഴാണ് കുറയുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് രോഗാവസ്ഥയല്ല, നമ്മുടെ ഈ പ്രകൃതി, നമ്മുടെ ഉള്ളിലുള്ള ഈ ബയോളജി വളരെ പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുകയാണ് എന്നുള്ള ബോധ്യം വരുമ്പോൾ നമുക്ക് രോഗത്തെക്കുറിച്ച് പിന്നെ പേടിക്കണ്ട. ടോട്ടലി ഫ്രീഡം ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസ് ആണ് നമുക്കുണ്ടാകുക. അതാണ് നമ്മുടെ ലക്ഷ്യവും. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മിസ്റ്ററി അതിനെ അനിഹിലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു ലൈഫ് ലോങ് മെഡിക്കേഷൻ്റെ ഒരു വകുപ്പായിട്ട് കണ്ടിട്ട് ഇന്നത്തെ പാവപ്പെട്ട ജനങ്ങൾ ഈ മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും ഒരു മരുന്ന് അവസാനം മാറ്റാനായിട്ട് പറയുന്നത്. നമ്മളൊക്കെ പറയുമ്പോൾ ഷുഗറിനുള്ള മരുന്ന് കഴിക്കുന്നത് നിർത്താൻ പറയുമ്പോഴും പ്രഷറിനുള്ള മരുന്ന് നിർത്താൻ പറയുമ്പോഴും അവസാനം ഡോക്ടർ തൈറോയിഡ് നിർത്തരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അത് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ വിദ്യാഭ്യാസമില്ലാതെ, ഞാൻ പറയുന്നത് മെഡിക്കലി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള പീപ്പിൾ, അതിൽ നമ്മളെല്ലാവരും പെടുമായാലും GSK പഠിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം ആ കൂട്ടത്തിൽ തന്നെയാണെന്നുള്ള സത്യം അംഗീകരിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ജർമ്മൻ ന്യൂ മെഡിസിൻ്റെ അല്ലെ ജർമാനിക് ഹീലിംഗ് നോളജിൻ്റെ
കാഴ്ചപ്പാടിൽ എന്താണ് തൈറോയിഡിന്റെ സോ കോൾഡ് ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻറ്റയർലി ഡിഫറെൻറ്റ്, ടോട്ടലി ഡിഫറെൻറ്റ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇതാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കും പഠിക്കാം, നിങ്ങൾക്കും നിങ്ങളുടെ ക്ലിനിക്കൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിൻ്റെ അത് ലോജിക്കുണ്ട്. നമുക്ക് ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെയാണ്. അപ്പം അത് ഞാൻ വീണ്ടും ജർമാനിക് ഹീലിംഗ് നോളജിൻ്റെ ഫണ്ടമെന്റ്സിലേക്ക് പോകുന്നില്ല. ലൈക്ക് 5 ബയോളജിക്കൽ ലോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയം കളയുന്നില്ല. അല്ലെങ്കിൽ മൈൻഡ്, ബ്രെയിൻ, ബോഡി, ഈ സിങ്ക്രോണിസിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഇതെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന മിക്കവർക്കും ഇതിനോടകം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് പ്യുവർലി ലോജിക്കലാണ്, പ്യുവർലി ബയോളജിക്കലാണ്, ജൈവികമായിട്ടുള്ള ഒരു പ്രതിഭാസം. അപ്പോൾ എന്താണ്, നമ്മളൊരു ബയോളജിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഈ ഭൂലോകത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം സാഹചര്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്, ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള, ഇന്നേറ്റ് ആയിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം സ്ഥാപിച്ചിട്ടുള്ള ആ പ്രോഗ്രാം അനുസരിച്ചാണ് ചില സിംറ്റംസ് വരുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ടോട്ടലി ഫ്രീ ഫ്രം ഫിയർ ഓഫ് ഡിസീസ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ബയോളജിക്കലി സ്പീക്കിംഗ് നമ്മുടെ ശരീരം, തലച്ചോറ് അതിനെ കൺട്രോൾ ചെയ്യുന്നു. സൈക്കി അതിൻ്റെ ട്രിഗറിങ് പോയിന്റ് അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, പ്രോഗ്രാം എന്നാണ് നമ്മൾ ഡിസീസ് എന്ന് വിളിക്കുന്നില്ല. GSKയിൽ എല്ലാ കണ്ടീഷൻസിനെയും ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് ഡിഫറെൻറ്റ് ഫേസസ് ആണ് നമ്മൾ രോഗാവസ്ഥയായിട്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യം മറന്നേക്കരുത്. എവ്രി സോ കോൾഡ് ഡിസീസ് ഈസ് എ പാർട്ട് ഓഫ് എ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് എല്ലാ രോഗങ്ങൾ എന്ന് പറയുന്ന അവസ്ഥകൾ, എല്ലാ രോഗങ്ങളും. അപ്പോൾ ഇതുകൊണ്ട് ആ പ്രോഗ്രാം മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമ്മൾ രോഗത്തെ കൈകാര്യം ചെയ്യുന്നതല്ലേ പിടിക്കുന്നത്? അതെല്ലാം ഈ ഡിസൈനർ ഓഫ് ദി യൂണിവേഴ്സ്, ഡിസൈനർ ഓഫ് അവർ സിസ്റ്റം, ഡിസൈനർ ഓഫ് അവർ ലൈഫ്, അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര മാത്രം നമ്മൾ റിലീവ്ഡ് ആയിരിക്കുന്നു, എത്രമാത്രം നമുക്ക് ഫ്രീഡം ആസ്വദിക്കാൻ പറ്റും. നമുക്ക് സർവൈവലിന് വേണ്ടിയിട്ട് ഈ ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രകൃതി മാതാവ് എന്ന് പറയുന്ന പ്രകൃതി മാതാവ്, മദർ നേച്ചർ നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമായിട്ട് നമ്മൾ എല്ലാ രോഗത്തെയും കാണും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് തൈറോയിഡിനെയും കാണും. ഇപ്പൊ തൈറോയിഡിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ഫംഗ്ഷൻ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, തൈറോയിഡിന് ഒരിക്കലും ഒരു മാൾ ഫംഗ്ഷനും ഇല്ല. നിങ്ങളുടെ മൂക്കിന് കുഴപ്പമില്ല, ചെവിക്ക് കുഴപ്പമില്ല, കണ്ണിന് കുഴപ്പമില്ല, മൂക്കിന് കുഴപ്പമില്ല, ഇതിനൊന്നും കുഴപ്പമില്ലാതെ ദൈവം നമ്മുടെ മാതാപിതാക്കളിലൂടെ സൃഷ്ടിച്ചെങ്കിൽ ഈ തൈറോയിഡ് വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ച അവയവമാണ്. അത് എപ്പോഴും എങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കരുത്, എപ്പോൾ കൂട്ടി പ്രവർത്തിക്കണം, എപ്പോൾ കുറയ്ക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ അവയവത്തിനെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ടോട്ടാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അത് തൈറോയിഡിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ there is no malfunctions. ഇനി തൈറോയിഡിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെ ക്രീം, അല്ലെങ്കിൽ അതിൻ്റെ ജിസ്റ്റ് എന്താണ്? ഇറ്റ്സ് ഓൾ അബൌട്ട് എർജൻസി. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കുക. വേറെവർ വി ആർ ടൈറ്റ് ഷെഡ്യൂൾ, നമ്മൾക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാനാവാത്ത ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് വരുന്ന ഒരവസരത്തിലാണ് നമ്മൾ ആ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എർജൻസിയിൽ നമ്മൾ വരുന്നത്. അതായത് സാഹചര്യങ്ങൾ ഞാൻ പിന്നെ സൂചിപ്പിക്കാം. പല സാഹചര്യം നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് നമുക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് ചെയ്തേ തീരത്തുള്ളൂ. പക്ഷെ നമുക്ക് സമയം വളരെ കുറവാണ്. ഇതാണ് എർജൻസി. ഇപ്പൊ ടൈം പ്രഷർ എന്ന് നമുക്ക് വേണേൽ പറയാം. ആധുനിക കാലത്ത് വളരെയധികം പേര് ഇതിന് അണ്ടർഗോ ചെയ്യുന്നു, അല്ലെങ്കിൽ വിധേയമാകുന്നത് കൊണ്ടാണ് ധാരാളം പേര് ഈ പറയുന്ന മരുന്നിലേക്ക് കഴിച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. മറ്റൊരു കാര്യം, നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ വീക്കായിട്ട് അനുഭവപ്പെടുക, നമ്മൾ തന്നെ വീക്ക് ഫീലിംഗ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ കുഡ് ഹാവ് ഡൺ സംതിങ് എക്സ്ട്രാ, സംതിങ് ബെറ്റർ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ കൺസ്ട്രെയിൻഡ് ആയിട്ട് നമ്മൾ സ്റ്റക്ക് ഫീലിംഗ് വരും. അപ്പം നമ്മൾ ഫീമെയിൽ ആണെങ്കിൽ ആ ഫീലിംഗ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഫ്രണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്നും പവർലെസ് കോൺഫ്ലിക്റ്റ് എന്നും പറയുന്നത്. അത് നമ്മുടെ തൈറോയിഡ് ഡക്റ്റിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ അകത്തൊക്കെ ടെറിട്ടറി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ടെറിട്ടറിയിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് പവർ ഇല്ല എന്ന് തോന്നുമ്പോഴാണ് തൈറോയിഡ് കംസ് ഇൻ ടു ആക്ഷൻ.
അതുകൊണ്ട് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് തൈറോയിഡിന്റെ പിന്നിലുള്ള കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കുകയും എപ്പോഴാണ് തൈറോയിഡിനെ കൊണ്ട് ശരീരം കൂടുതൽ പ്രവർത്തിപ്പിക്കുന്നതെന്നും അല്ലെങ്കിൽ എപ്പോഴാണ് തൈറോയിഡ് അത്രയും പ്രവർത്തിക്കേണ്ട എന്നും തീരുമാനിക്കുന്ന ആ ഒരു സാഹചര്യം സൈക്കിക്കാണ്, മാനസികമാണ്, അല്ലെങ്കിൽ ബയോളജിക്കലാണ്, അല്ലാതെ അയഡിൻ ഡെഫിഷ്യൻസി അല്ല, ഓട്ടോ ഇമ്മ്യൂണിറ്റി അല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കുറച്ച് സെല്ലുകൾ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ കുറച്ച് കോശങ്ങളെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു തൈറോയിഡ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവത്തെ പ്രവർത്തനരഹിതമാക്കുന്നു എന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ സിസ്റ്റമേ GHK അംഗീകരിക്കുന്നില്ല, അല്ലെ ഇമ്മ്യൂൺ സിസ്റ്റം തിയറി GHK അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അതൊരു ഭാഗമാണ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പം അങ്ങനെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് ഇല്ല എന്നും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി കൊണ്ടുപോകണം. നമ്മൾ ഹാഷിമോട്ടോസ് തൈറോയിഡ് ഐറ്റീസ് അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡിസം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡോക്ടർ ഹാമർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അത് തീർച്ചയായിട്ടും ഞാൻ പഠിച്ചത് ഏറ്റവും കൂടുതൽ ഡോക്ടർ ഹാമറിൻ്റെ ഡയറക്റ്റ് ഡിസൈപ്പിളായിട്ടുള്ള എൻ്റെ ടീച്ചറായിട്ടുള്ള കാരോലിൻ മർക്കലിൻ്റെ www.learninggnm.com വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഇന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ആധാരമായിട്ട് എടുത്തിരിക്കുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ GHK അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് ഫങ്ഷൻസ്, പാരാതൈറോയിഡ് എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിൽ എംബഡഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതും കൂടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പം ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, അല്ലെങ്കിൽ തൈറോയിഡിൽ ചില ന്യൂഡ്യൂലാർ ഗോയിറ്റർ എന്നൊക്കെ പറയുന്നത് ന്യൂഡ്യൂൾസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഹാഷിമോട്ടോസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പം ഈ ടിഷ്യൂവിൻ്റെ അല്ലെ തൈറോയിഡ് ടിഷ്യൂവിൻ്റെ ടൈപ്സ് ഓഫ് ടിഷ്യൂസ്, അതായത് നമ്മൾ ഇതുവരെയും പഠിച്ചതുപോലെ എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസ്, മീസോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസ് ഉണ്ടോ, എക്ടോഡേം ഡിറൈവ്ഡ് ടിഷ്യൂസ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷന് തൈറോയിഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു രോഗി തൈറോയിഡിൻ്റെ ഫങ്ഷനായിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് മിക്കവരും വരുന്നത്. ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കൊണ്ട് വന്നാലും ടെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്കൊരു നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് അനുമാനിക്കാൻ പറ്റും പുള്ളിക്കാരത്തി അല്ലെങ്കിൽ ആ വ്യക്തി വളരെയധികം അഫക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇൻ്റർവീൻ ചെയ്യാം, ഈവൻ തെറാപ്പി ചെയ്യാം. അത് മെഡിക്കേഷൻ ആണെങ്കിലും ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാം. തെറാപ്പി ഓൾസോ എലോൺ എക്സ്ക്ലൂസീവ്ലി അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സിംറ്റംസും ഒരു ബയോളജിക്കൽ ലോ അനുസരിച്ച്, ഒരു എന്നല്ല പറയുന്നത്, എല്ലാ സിംറ്റംസിൻ്റെയും ബയോളജിക്കൽ ലോസ്, ഞാൻ 5 ബയോളജിക്കൽ ലോസ് പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മാനിഫെസ്റ്റഡ് ആവുകയുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകരുത്. അതായത് എല്ലാ സിംറ്റംസും റാൻഡമായിട്ട്, കോസ്ലെസ് ആയിട്ട്, വിത്തൗട്ട് എനി റീസൺ, വിത്തൗട്ട് എനി റാഷണാലിറ്റി, അബ്രപ്റ്റ് ആയിട്ട്, റാൻഡമായിട്ട് ഉണ്ടാകുന്നതല്ല. വളരെ ഡിസൈൻഡ് ആയിട്ട്, വളരെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരാൾക്ക് തൈറോയിഡ് ഫങ്ഷൻസ് എന്നോ ഡിസ്ഫങ്ഷൻ എന്നോ അല്ലെങ്കിൽ മാൾ ഫങ്ഷൻ എന്നോ ഒക്കെ പറയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതെന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഫങ്ഷനെ കുറിച്ചും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. എല്ലാം ഞാൻ ജനറലായിട്ട് പറഞ്ഞ പോലെ എല്ലാം മീനിങ് ഫുൾ സർവൈവൽ പ്രോഗ്രാമാണ്. നമ്മളെ ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് തൈറോയിഡ് ആയാലും ഏത് അവയവം. ഇനി പഠിക്കാൻ നമ്മൾ ധാരാളം അവയവങ്ങളിലേക്ക് നമ്മൾ ഇനി കടക്കും. അപ്പോഴെല്ലാം പഠിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ഫങ്ഷൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പഠിക്കുന്നതോടുകൂടി നമ്മൾക്ക് ഈ അറിവ് കിട്ടുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഭയം ഇല്ലാതെയാകും. നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഭയം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സാധിക്കും. നമ്മുടെ മുൻപിൽ വരുന്ന ക്ലയൻസിനെ മാറ്റാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിക്കുവാണ്, ഡോക്ടർ പറഞ്ഞു ഇത് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം, അതിന് പേരൊക്കെ ഉണ്ട്, എന്നിട്ട് 1 മുതൽ മരുന്ന് കഴിക്കാം. ലൈഫ് ലോങ് നിങ്ങൾക്ക് മരിക്കുന്നിടം വരെ കുട്ടിക്ക് മരുന്ന് കൊടുക്കണം. കൊച്ചു ചെറുതാണ് അല്ലെങ്കിൽ കുട്ടിക്ക് വയസ്സില്ല. അപ്പോൾ ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദി ചൈൽഡ് ഈസ് മാനിഫെസ്റ്റിംഗ് ദി ഹൈപ്പോതൈറോയിഡിസം സിൻസ് ദി ബിഗിനിങ്, ദി കോസ് യു ഹാവ് ടു സെർച്ച് ഇൻ ദി കേസ് ഓഫ് മദർ വൈൽ ക്യാരിയിങ് ദിസ് ബേബി. അപ്പോൾ അങ്ങനെ എനിക്ക് ധാരാളം കേസുകൾ അങ്ങനെ ഞാൻ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കഴിച്ചു തുടങ്ങി, ഇനി ജീവിതം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ കേസുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എല്ലാ അവയവങ്ങളും പഠിക്കുന്ന പോലെ തന്നെ തൈറോയിഡിന്റെ എംബ്രിയോളജി നമ്മൾ പഠിച്ചിരിക്കണം. എംബ്രിയോളജി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എംബ്രിയോണിക് ജെം ലെയേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എംബ്രിയോണിക് ജെം ലെയർ ഓഫ് തൈറോയിഡ് ഈസ് മെയിൻലി ഫ്രം എൻഡോഡേം. അപ്പോൾ എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ആയിട്ടാണ് നമ്മൾ തൈറോയിഡിനെ കാണുന്നത്. അതിനെ നമുക്ക് ഫോളിക്കുലർ എപ്പിത്തീലിയം എന്ന് പറയും. അത് ആക്ച്വലി എപ്പിത്തീലിയം എന്ന് പറയുന്നത് എക്ടോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള എപ്പിത്തീലിയത്തെ കുറിച്ചല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് മ്യൂക്കസ് മെംബ്രെയിൻ ഓർ ജസ്റ്റ് ലൈക്ക് എപ്പിഡെർമിസ് ഓഫ് ദി സ്കിൻ, അതല്ല. ഇതിനെ കാരോലിൻ വിളിക്കുന്നത് ഇൻഡസ്റ്റൈനൽ സിലിണ്ടർ എപ്പിത്തീലിയമാണ്. ഇത് ഒറിജിനൽ. ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ 2 പടം ഇട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആയിരിക്കുന്നത്, അതായത് ഫാദറിന്റെ ഹാഫ് സെല്ലും മദറിന്റെ ഹാഫ് സെല്ലും കൂടെ ചേർന്ന് ഫസ്റ്റ് പ്രൈമോഡിയൽ സെല്ല് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെങ്ങനെ ഒരു ട്യൂബുലാർ ഷേപ്പ്, ജസ്റ്റ് ലൈക്ക് ദി അമീബ, സോ കോൾഡ് അമീബയുടെ ഇതുപോലെ നമുക്ക് ഒരു സിംഗിൾ ട്യൂബ് ആയിട്ടാണ് നമ്മുടെ ആദ്യത്തെ ലൈഫ് ഉണ്ടായിരിക്കുന്നത്. ആ എംബ്രിയോളജിക്കലി ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് മാത്രമാണ് ഈ ട്യൂബുലാർ ഷേപ്പിനുള്ളത്. ആ ഗള്ളറ്റിലൂടെയാണ് ഫീഡിങ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഗോസ് ഇൻസൈഡ് ആൻഡ് എക്സ്ക്രീഷൻ ഗോസ് ഔട്ട്സൈഡ്. ആ ഗള്ളറ്റിന് ഡെവലപ്മെന്റിൽ അത് എവല്യൂഷന്റെ കൂടെയും നമ്മൾ മനസ്സിലാക്കണം, എംബ്രിയോളജിയുടെ കൂടെയും മനസ്സിലാക്കണം. അങ്ങനെ ആ ഗള്ളറ്റ് റപ്ചർ ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റേജിലുണ്ടായിരുന്നു. ആ സ്റ്റേജിലാണ് നമുക്ക് തൈറോയിഡ് ബിക്കെയിം എന്താ പറയുക ഡക്റ്റിലസ് ഗ്ലാൻഡ് ആയിട്ട് മാറി. ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കോസ് ഒറിജിനലി ദി തൈറോയിഡ് സെക്രീഷൻ ഓർ ദി തൈറോക്സിൻ was originally given to the intestine to make the excreta going through the anus and the vomiting through the mouth. അങ്ങനെ രണ്ടിനെയും മാനേജ് ചെയ്യണം. അപ്പോൾ ഗള്ളറ്റ് റപ്ചർ ചെയ്തതോടുകൂടി ഇത് നമ്മൾ നുകർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാവുകയും വായും മലദ്വാരവും 2 അറ്റത്താവുകയും ചെയ്തതിന്റെ ഫലമായിട്ട് തൈറോയിഡ് ഒരു ഭാഗത്ത് പെട്ടുപോയി എന്ന് നമ്മൾ പറയുകയാണ്. മനസ്സിലാവും, എംബ്രിയോളജി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് അതിന് ഡയറക്റ്റ്ലി ഇൻറ്റസ്റ്റൈനിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു പോയി. എന്നിട്ട് അതുകൊണ്ടാണ് ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് ഈ ഹോർമോൺസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കാലക്രമേണ അത് ചെറുതായി ഇതിനെ ഒരു ഡക്ട്ലെസ് ഗ്ലാൻഡ് ആയിട്ട് വിളിക്കുകയും നമ്മുടെ പഠനത്തിൽ അത് വീണ്ടും ഒരു ഡക്റ്റ് ഉള്ള ഒരു ഗ്ലാൻഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിന്റെ മെയിൻ കണ്ടന്റ്സ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ബൾക്ക് ഓഫ് ദി ഗ്ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ബൾക്ക് ഓഫ് ദി ഗ്ലാൻഡ് ഈസ് ഒറിജിനലി ഫ്രം ദി ഇൻഡസ്റ്റൈനൽ സിലിണ്ടർ എപ്പിത്തീലിയം എന്നോ ഫോളിക്കുലർ എപ്പിത്തീലിയം എന്നോ വിളിക്കുന്ന എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ സെല്ലുലാർ പ്രോളിഫറേഷൻ. ഇത് 5 ബയോളജിക്കൽ ലോസ് പഠിച്ച് എല്ലാവരും പഠിച്ചിരിക്കണം, കർശനമായിട്ടും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അവയവത്തിൽ നടക്കുന്ന ഫംഗ്ഷൻ ഡിസ്ഫംഗ്ഷൻ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ തൈറോയിഡിന്റെ അടുത്ത് വേറെ ആരും പറഞ്ഞില്ലെങ്കിലും GHKയിൽ പറയുന്നതാണ് തൈറോയിഡ് ഹാസ് ഗോട്ട് എ ഡക്റ്റ്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് സെക്രീറ്റിംഗ്, ഇറ്റ് ഈസ് സെക്രീറ്റിംഗ്, ബട്ട് originally it was giving to the intestine, now it is directly giving to the blood. What? This secretion. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ കൂടെ പാരാതൈറോയിഡ് ഗ്ലാൻഡ് കൂടെ പഠിക്കുന്നുണ്ട്. പാരാതൈറോയിഡ് ബിക്കോസ് ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദി ബാക്ക് പാർട്ട് ഓഫ് ദി തൈറോയിഡ് ഗ്ലാൻഡ്സ്. അതിന്റെ 2 ലോബ്സിന്റെ ബാക്കിലായിട്ട് 2 പെയർ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 2 പെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ പാരാതൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജേം ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ഇത് മനസ്സിലാകുന്നത്. എങ്ങനെയാണത് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ഹീലിംഗ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാകും. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഇതിന്റെ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ അതിന് കുറച്ചുകൂടെ നമ്മൾ ഇതിന്റെ ബയോളജിയെ കുറിച്ച് മനസ്സിലാക്കുക. തൈറോക്സിൻ എന്ന് പറയുന്നത് T3 T4 നിങ്ങൾ ഏത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടും. T3 ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും, അതിന്റെ റേഞ്ച് പറഞ്ഞിട്ട് T4 ഏകദേശം അതിന്റെ നോർമൽ ആയിരിക്കും. ഡിഫറൻസ് വരുന്നത് ഈ TSH തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ എന്ന് പറയുന്നതിലാണ് മാറ്റങ്ങൾ വരുന്നത്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്നത്. നിങ്ങളുടെ TSH ഹാസ് ഗോൺ ഡൗൺ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഹൈപ്പർ തൈറോയിഡിസമാണ് കാണിക്കുന്നത്. TSH ഈസ് thyroid stimulating hormone secreted from the pituitary. So it's an indirect conclusion. അപ്പോൾ TSH കൂടിയാൽ നിങ്ങൾ ഹൈപ്പോതൈറോയിഡിസമായി. എന്തുകൊണ്ട്? നിങ്ങളുടെ
തൈറോയ്ഡ് ഫംഗ്ഷൻ കുറവായതിനെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. അപ്പോഴത്തേക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ബ്രെയിൻ അല്ലെ പിറ്റ്യൂട്ടറി ആണ് കൂടുതൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് തൈറോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ തൈറോയ്ഡ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ നിങ്ങളുടെ തൈറോയ്ഡ് കുറച്ച് മുറിച്ച് കളയണം, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള മരുന്നുകൾ കഴിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള ധാരണകൾ ജനങ്ങളുടെ അടുത്ത് കൊടുത്തിട്ടാണ് ഈ മരുന്ന് വ്യാപാരം കഴിക്കുന്നത്. വിത്തൗട്ട് നോ റീസൺ. എന്തിനാണ് ഈ മരുന്ന് കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. എന്തിനാണ് മരുന്ന് കൊടുക്കുന്നത്? മരുന്ന് കച്ചവടം ചെയ്യണം എന്നുള്ളതല്ലാതെ അതിൻ്റെ കൃത്യമായ ഒരു വിവരം കിട്ടുന്നില്ലെന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള സത്യം. നമ്മളത് പഠിക്കുകയാണ്. അത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങളുടെ ഫാമിലിയുടെയും നിങ്ങളുടെ സ്വന്തം ആരോഗ്യത്തിലും എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് തൈറോയിഡിൻ്റെ ഫങ്ഷൻ? നമുക്ക് നേരത്തെ പറഞ്ഞാൽ എർജൻസി ഞാൻ പറഞ്ഞു, എമർജൻസി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ടൈം ഷോർട്ടാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യണം, എങ്കിലേ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഞാൻ മറ്റുള്ളവരുടെ ഒപ്പം നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെ തള്ളിക്കളയും. ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അച്ചീവ് സംതിങ്. ഒരു പ്രത്യേക ഒരു ലക്ഷ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയും സ്പീഡാകണം എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുണ്ടായാലും അത് നിരന്തരം ഉണ്ടാകുന്നുണ്ട്, ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ തൈറോക്സിന്റെ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യും. ഇത് ഒരിക്കലും രോഗമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഹോമിയോപ്പതി ഡോക്ടർമാരെ സംബന്ധിച്ചുള്ള ഓരോ വ്യക്തിയും ഓരോ സാഹചര്യത്തിലെ ചിലര് നമ്മൾ ഹറീഡ് എന്ന് പറയുന്ന ഒരു റൂബ്രിക് ഉണ്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് അറിയാം, അല്ലെങ്കിൽ ലിതാർജിക്, അല്ലെങ്കിൽ നോട്ട് ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് പഠിക്കുവാണെങ്കിൽ വളരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺഫ്ലിക്റ്റിൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തായാലും ടു സ്പീഡ് അപ്പ് റെസ്പോൺസ് ആണ് നമ്മുടെ തൈറോയിഡിന്റെ ഫങ്ഷൻ. ടു സ്പീഡ് അപ്പ് റെസ്പോൺസ് എന്താണ്? ഐ ഹാവ് എ മോർസൽ ടു ഗെറ്റ് പൊസഷൻ ഓഫ്. ഒരു കാര്യം അച്ചീവ് ചെയ്യണം. അതൊരു എക്സാമിനേഷൻ പാസ്സാകുന്നതായിരിക്കും, ഒരു ജോബ് അക്വയർ ചെയ്യുന്നതായിരിക്കും, ഒരു സ്ഥലത്ത് ഓടിയെത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബസ് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും, ഒരു ട്രെയിൻ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും, ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിൽ ഒരു അസൈൻമെന്റ് പെട്ടെന്ന് വന്നിരിക്കുകയാണ്. പെട്ടെന്നോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ളത് തന്നെയാണ് നമ്മളെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്പീഡപ്പ് ചെയ്യേണ്ട ഒരു റെസ്പോൺസ് ആണ് തൈറോയിഡ് ചെയ്യുന്നത് എന്നുള്ള ആദ്യമേ മനസ്സിലാക്കുക. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ആൻ എർജൻസി, ഇറ്റ്സ് ഓൾ അബൌട്ട് എ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഡപ്പ് ആകാനായിട്ട് നമ്മളെ ചെയ്യുവാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഫാസ്റ്റർ റെസ്പോൺസ് ആവശ്യമായിട്ട് വരുമ്പോഴാണ് ഇമ്മീഡിയറ്റ്ലി തൈറോയിഡ് സ്റ്റാർട്ട്സ് ഇൻ ടു ആക്ടിവിറ്റി. ഫാസ്റ്റർ റിഫ്ലെക്സസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ഫാസ്റ്റർ റിഫ്ലെക്സസ്. അപ്പൊ അതിന് നമുക്ക് തിങ്ക് ചെയ്യാൻ പോലുമുള്ള സമയം കുറവാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചിന്തിച്ച് എന്ത് നടപടി, ഇതിനൊന്നും സമയമില്ല. നമുക്കൊരു അസൈൻമെന്റ് വന്നിരിക്കുകയാണ്, ഒരു ഡ്യൂട്ടി വന്നിരിക്കുകയാണ്, അതിന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ഷോർട്ട് ടൈമിൽ നമുക്ക് തിങ്ക് ചെയ്യണം, ഡിസിഷൻസ് എടുക്കണം, റിഫ്ലെക്സ് എടുക്കണം, ഫാസ്റ്റർ ആക്ഷൻ. ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്തൊക്കെ നമ്മുടെ തൈറോയിഡിൽ കൂടുതൽ ഫങ്ഷൻ ചെയ്യും. അതെങ്ങനെയാണ് രോഗമാകുന്നത്? ഇതാണ് ഡോക്ടർ ഹാമർ ചോദിക്കുന്നത്, ഞാനും ചോദിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ടു കാച്ചപ്പ്. അതായത് നമ്മുടെ മുൻപിൽ ഒരു റിലേ അല്ലെങ്കിൽ ഒരു റേസ് നടക്കുകയാണ്. ഐ വാണ്ട് ടു വിൻ, എനിക്ക് ഫസ്റ്റിൽ എത്തണം, ബട്ട് ഐ ഹാവ് ടു കാച്ചപ്പ്. അവരുടെ ഒപ്പം ഓടിയെത്തുന്ന ആ അവസ്ഥയ്ക്കാണ് നമ്മൾ കാച്ചപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജന്മം മുതൽ തന്നെ, അല്ലെങ്കിൽ സ്കൂളിൽ ചേരുന്ന കാലം മുതൽ, അല്ലെങ്കിൽ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ, വളരുമ്പോൾ, ഒരു പ്രൊഫഷൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കരിയർ എടുക്കുമ്പോൾ, നമ്മുടെ ലൈഫിനെ മുമ്പോട്ട് പോകുന്ന ഏത് ഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിലെല്ലാം പ്രവർത്തിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമായിട്ടാണ് നമ്മളുടെ ഈ പറയുന്ന തൈറോയിഡിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിൽ, ജസ്റ്റ് ലൈക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഒത്തിരി ഫരീജിയൽ ഇതൊക്കെ പറഞ്ഞു, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഡിഫറെന്റ് കോൺഫ്ലിക്റ്റിന്റെ നേച്ചറൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെ. റൈറ്റ് സൈഡ് ഈസ് ഓൾ അബൌട്ട് എ കാച്ചിങ് അപ്പ്, ലെഫ്റ്റ് സൈഡ് ഈസ് ഓൾ അബൌട്ട് എ എസ്കേപ്പിംഗ്. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എസ്കേപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. ആ ആക്ഷനാണ് നമ്മളുടെ മീഡിയേറ്റർ ആയിട്ട്, നമ്മൾക്ക് അനുഗ്രഹമായിട്ട് തൈറോയിഡ് എന്ന് പറയുന്ന അവയവം നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് തൈറോയിഡിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാൻ പലപ്പോഴും സ്പർശിച്ച് ആഴത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട 2 ടിഷ്യൂ ആണുള്ളത്. തൈറോയിഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ഹാവിങ് എ മീസോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ ഇല്ല.
അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടിഷ്യൂ എൻഡോഡേൺ ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്. എൻഡോഡേൺ ഡിറൈവ്ഡ് ടിഷ്യൂവിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫോളിക്കുലാർ എപ്പിത്തീലിയം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിന്റെ മാസ് നമുക്ക് പാരൻകൈമ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതിന്റെ മാസ് അതിനെ കരളിൽ വിളിക്കുന്നതാണ് intestinal cylinder epithelium. That is originally from the intestinal gut. മ്യൂക്കോസ എന്ന് പറയാൻ പറ്റില്ല, ഗട്ടിൽ നിന്നാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അതിലെ ഗട്ടിൽ ഉണ്ടായിരുന്ന ഇൻറ്റസ്റ്റൈനൽ ടിഷ്യൂ തന്നെയാണ് തൈറോയിഡിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, നൗ we in GNM, GHK, we are understanding thyroid as a, not as an endocrine, but it's an exocrine, only because there is a duct and it has got certain pathologies. നമ്മൾ പത്തോളജി എന്ന വാക്കും വീണ്ടും നമ്മൾ GHK ഉപയോഗിക്കാറില്ല. ചില ചേഞ്ചസ് വിൽ ഹാപ്പൻ, ചില മാറ്റങ്ങൾ ഈ ഡക്റ്റിൽ സംഭവിക്കും, അത് ഞാൻ വിശദീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉൾക്കൊള്ളുന്നുണ്ട് രണ്ട് ജെർമിനൽ ലെയർ ആണുള്ളത്. ഒന്ന് എൻഡോഡേൺ ഡിറൈവ്ഡ് ടിഷ്യൂ, ദി ബൾക്ക് മെയിൻ തിങ്, അതിൻ്റെ അകത്ത് തന്നെയാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് വരുന്നത്. പിന്നെ വരുന്നത് ഡക്റ്റ് ഫ്രം എക്ടോഡം. നൗ ഇനി ആദ്യത്തെ പ്രധാനപ്പെട്ട അവയവത്തിലേക്ക് അല്ലെങ്കിൽ ഫോളിക്കുലാർ പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ അത് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു? ടു ക്യാച്ച് അപ്പ്, ടു ബി ഏബിൾ ടു ഗെറ്റ് സംതിങ്, എന്തോ അച്ചീവ് ചെയ്യാനായിട്ട്, എന്തോ ഒരു കാര്യം നേടാനുണ്ട്, അല്ലെങ്കിൽ അത് അത്യാവശ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ എമർജൻസി ആയിട്ട് നമ്മൾ ആക്ടിവേറ്റ് ആകേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ തൈറോയിഡിന്റെ മീഡിയേഷനിൽ, തൈറോയിഡിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് യു ഷുഡ് നോട്ട് ഫോർഗെറ്റ് എർജൻസി കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. എർജൻസി കോൺഫ്ലിക്റ്റ്. വേറൊരു രീതി പറഞ്ഞാൽ ഐ മസ്റ്റ് ബി ഫാസ്റ്റർ ദാൻ ആസ് ഐ എം ഗോയിങ് നൗ. ഇങ്ങനെ പോയാൽ ഞാൻ പരീക്ഷ പാസ്സാകത്തില്ല, ഇങ്ങനെ പോയാൽ ഇന്റർവ്യൂ പാസ്സാകത്തില്ല, ഇങ്ങനെ പോയാൽ ബസ് കിട്ടത്തില്ല, ഇങ്ങനെ പോയാൽ എനിക്കത് നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അസൈൻമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് ആയിരിക്കാം, ഒരു കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിലാണ് അത് വരുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾ മറന്നേക്കരുത്. അതിനെ നമുക്ക് എർജൻസി കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കാം. ഐ മസ്റ്റ് ബി ഫാസ്റ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ കാണാതെ പഠിച്ചത് മുഴുവൻ ഇങ്ങനെയാണ്. ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ഗ്രാബ് എ മോർസൽ എന്നാണ് ഞാൻ പഠിച്ചത്. മോർസൽ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സംതിങ്, എ പീസ് ഓഫ് മീൽ, എ പോർഷൻ ഓഫ് എ മീൽ, ഫുഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇതൊരു അനിമൽ ലാംഗ്വേജ് ആണ്. ജസ്റ്റ് ലൈക്ക് വി ആർ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദി അനിമൽ വേൾഡ്. ഒരു ഡോഗിന്റെ മുമ്പിൽ അല്ലെങ്കിൽ കുറേയേറെ പട്ടികളുടെ മുമ്പിൽ ഒരു പ്രേയോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റമോ മുൻപിൽ വെച്ചിട്ട് പട്ടിയോട്, അത് സ്പീഡില്ലെങ്കിൽ നിനക്ക് കിട്ടത്തില്ല, വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോകും. 10 പട്ടികളുണ്ടെങ്കിൽ ഒരു പട്ടിയുടെ ഉള്ളിൽ തോന്നുകയാണ് ഐ ഹാവ് ടു ബി മോർ ഫാസ്റ്റർ ദാൻ മൈ യൂഷ്വൽ റൂട്ടീൻ സ്പീഡ് പോരാ, ഇവിടെ ഫാസ്റ്റർ ആവണം, എങ്കിൽ മാത്രമേ എനിക്ക് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഇറച്ചി കഷ്ണം അല്ലെങ്കിൽ ഫുഡിന്റെ മോർസൽ അല്ലെങ്കിൽ പോർഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഐ വാണ്ട് ടു ബി ഫാസ്റ്റർ, ഐ ഹാവ് ടു ബി ഫാസ്റ്റർ. സോ ഇത് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണ്? ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ഗ്രാബ് എ മോർസൽ. ടു ഗ്രാബ് മീൻസ് ക്യാച്ച് ഹോൾഡ് ഓഫ്, ടു പൊസസ്, ടു ഗെറ്റ് പൊസഷൻ ഓഫ്. അപ്പൊ എനിക്ക് സ്പീഡില്ല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുക. പല കാരണങ്ങളുണ്ടാവും. എനിക്ക് ഭയങ്കര തടിയാണ്, അല്ലെങ്കിൽ ഞാൻ പഴയ പോലെ അല്ല, ഞാനിപ്പോൾ പ്രായമായി, അല്ലെങ്കിൽ കണ്ടില്ല എൻ്റെ ശരീരമൊക്കെ വീർത്തായിരിക്കുന്നു, അല്ലെ ഞാൻ ഇന്നിപ്പോൾ ഓടിയാൽ ഒരിടത്ത് എത്തത്തില്ല, ഓടിയാൽ ഞാൻ ബസ് പിടിക്കാനായിട്ടുള്ള രീതിയിൽ ഓടാൻ എനിക്ക് ആരോഗ്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല രീതിയിലും നമ്മൾ നമ്മളെ തന്നെ ഡീവാല്യൂ ചെയ്തതിന് ശേഷം നമ്മൾ പറയുകയാണ് ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ്. അപ്പോൾ എന്ത് ചെയ്യും? തൈറോയ്ഡ് വിൽ കം ഇൻ ടു ആക്ഷൻ ആൻഡ് വിൽ ഹെൽപ്പ് ഹെർ ടു പെർഫോം ദാറ്റ് എർജൻസി അച്ചീവ് ചെയ്യാനായിട്ടും. അങ്ങനെ ആ അസൈൻമെന്റ് അല്ലെങ്കിൽ എന്താണോ നമ്മുടെ മുമ്പിൽ എർജന്റ് ആയിട്ട് വന്നിരിക്കുന്ന അതിനെ ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തനാക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ചെയ്യുന്ന അവയവമാണ് തൈറോയ്ഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എ റേസിംഗ് എഗിൻസ്റ്റ് ടൈം. സമയം കുറവാണ്, പക്ഷെ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്, അല്ലെ ഏറെ കാര്യം ഈ സമയത്തിനുള്ളിൽ തീരില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കൂട്ടണം, അവിടെ എർജൻസി. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് എ റേസിംഗ് എഗിൻസ്റ്റ് എ ടൈം. വേറൊരു രീതി പറഞ്ഞാൽ ഇറ്റ്സ് എ പെർഫോമൻസ് പ്രഷർ.
ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും കടന്നു പോകുന്നു. ഒരു കുട്ടിയായിക്കോട്ടെ, സ്കൂളിൽ പോകുന്ന കുട്ടിയായിക്കോട്ടെ, അല്ലെ സ്കൂളിൽ വിടുന്ന അമ്മയായിക്കോട്ടെ, ജോലി ചെയ്യുന്ന അമ്മയായിക്കോട്ടെ, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഏത് കരിയർ ആയാലും ആളെല്ലാം ഈ വർക്ക് പ്രഷർ അല്ലെ പെർഫോമൻസ് പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി, അതൊരു രോഗമല്ല. അവരുടെ ബ്ലഡ് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ തൈറോയിഡ് ഹാസ് ഗോൺ ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഇതെന്തിനാണ് നമ്മൾ പരിശോധിക്കുന്നത്? നമുക്ക് നമ്മുടെ മനസ്സിനോട് കണ്ണടച്ചിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബൈക്കിലാണ് പോകുന്നത്, കാറയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെദർ മൈ മൈൻഡ് ഈസ് ഓക്കെ ടു റീച്ച് അപ്പ് ടു മൈ ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ റീച്ച് അപ്പ് ടു മൈ ക്യാച്ച് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ വി ക്യാൻ ബി കൂൾ വിത്തൗട്ട് എനി സോ കോൾഡ് സിംറ്റംസ് ഓഫ് എനി ഡിസീസ്. ഇപ്പം നമുക്ക് ആ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ലോകത്തിലുള്ള വേറൊരു വാക്കാണ് ഡെഡ് ലൈൻ. അപ്പോൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയം, ഡെഡ് ലൈൻ. അല്ലെങ്കിൽ ഒരു PhD തീസിസ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയം, ഡെഡ് ലൈൻ. അപ്പോൾ അല്ലെങ്കിൽ ഒരു ബാങ്ക് ഒരു മാനേജറോട് പറയുകയാണ്, യുവർ ബ്രാഞ്ച് ഹാസ് ടു മേക്ക് ദിസ് ടാർജറ്റ് അത് വിത്തിൻ ദിസ് ടൈം, March 31 യു ഹാവ് ടു അച്ചീവ് ദിസ് മച്ച് ടാർജറ്റ്. ഇതെല്ലാം ആ കൺസേൺഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു. ആ സമയത്തെല്ലാം നമ്മുടെ ഹെൽപ്പിനായിട്ട് വരുന്ന, വളരെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു നഷ്ടം വരാതിരിക്കാൻ ആ വർക്ക് പ്രഷർ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെസ്സേജ് കൊടുക്കുന്നു, ഐ വാണ്ട് മോർ ഓഫ് എനർജി. ആൻഡ് ദെയർഫോർ യെസ്, വാട്ട് ഈസ് തൈറോയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ തൈറോക്സിന്റെ ഫംഗ്ഷൻ എന്താണ്? Its main its function is to convert the nutrition അല്ലെ ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് തൈറോക്സിൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ഉണ്ട്, പക്ഷെ അതിനെ എനർജി ആയിട്ട് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് തൈറോക്സിൻ ഹാസ് ടു കം ഇൻ. ഡോക്ടർ ടിറ്റി ഒന്ന് ഓഫ് ചെയ്യണം, മ്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചുറ്റുപാടുള്ള ജീവിതത്തിലേക്ക്, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ, നമ്മുടെ സ്പൗസിന്റെ ജീവിതത്തിൽ, നമ്മുടെ സഹപ്രവർത്തകരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടും. ഈ അവസരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് തൈറോയിഡിന്റെ സോ കോൾഡ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട്, GNM പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരോ, നിങ്ങളുടെ കുട്ടികളോ, നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ സ്പൗസോ ആരായാലും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഡെയിലി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. എനിക്ക് എത്ര വേണേലും കേസസ് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, സോ കോൾഡ് ഡിസ്ഫങ്ഷനുള്ള കേസുകൾ അവതരിപ്പിക്കാനുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ഇപ്പം വിശദമായിട്ട് പറയുന്നില്ല. അത് വേറൊരു അവസരത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. കാരണം ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ കേസസ് ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങളോട് എല്ലാവരോടും ഡോക്ടർ ശശിധരൻ നടത്തുന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം. എല്ലാ വെള്ളിയാഴ്ചകളും ഉണ്ട്. അപ്പോൾ അവിടെ കേസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് GHK ഗ്ലോബൽ GHKയുടെ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഈ സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തപ്പോൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ ബുധനാഴ്ചകളിൽ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് മാത്രമായിട്ടും എല്ലാ ഞായറാഴ്ചകളിലും പബ്ലിക്കിനായിട്ടുള്ള ക്ലാസ് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കേസ് തന്നെയാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഒരു പേഷ്യൻ്റ് അന്ന് GHK ഒക്കെ പഠിച്ച് തുടങ്ങിയ സമയത്താണ് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരികയാണ്. അന്നേരത്തേക്കും ഞാൻ ആ കേസ് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ കാര്യം, ഡോക്ടർ ചെയ്യണം പ്ലീസ്, ഡോക്ടർ ടിറ്റി ദാനിയൽ. ഓക്കെ, എനിക്ക് ഒരു മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അനിത? ഡോക്ടർ എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോ ഐ ഡിഡ് ഇറ്റ്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ പല ബാങ്കുകളിലും ഡെയിലി കളക്ഷൻ എന്ന് പറയുന്ന, പണ്ട് കോപ്പറേറ്റീവ് ബാങ്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഡെയിലി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഇത്ര രൂപ, അല്ല ഇത്ര കസ്റ്റമേഴ്സിനെ സന്ദർശിച്ച്, വീട് കയറി സന്ദർശിച്ചിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ അടയ്ക്കണം.
ഇത് വോളണ്ടിയർ ആയിട്ട് ചെയ്യുന്ന കുറേയേറെ സ്റ്റാഫ് ഓരോ ബാങ്കിനും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നത് ഇപ്പോഴും ഞാൻ ഓർക്കും. എന്താണ്, അവർക്ക് അവസാന മാസം തീരാൻ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായ ടെൻഷനാണ്. ഞാനിത് ചെയ്തില്ല എന്നുള്ള ഒരു ടെൻഷനാണ്. അതാണ് അവരുടെ ഈ പറയുന്ന എർജൻസി എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുകയും ചെയ്ത് അവരെ സുഖമാക്കിയ കാര്യം ഞാൻ ഓർക്കുന്നു. മറ്റൊരു പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്ന് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അഡീഷണൽ ചാർജ്, ഞങ്ങൾ മെഡിക്കൽ ഓഫീസേഴ്സിനൊക്കെ അഡീഷണൽ ചാർജ് കൊടുക്കുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ മാത്രം വർക്ക് ചെയ്താൽ പോരാ, അയാൾക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു പോലീസ് സ്റ്റേഷനും കൂടെ ചാർജ് കൊടുക്കും. അപ്പോൾ അയാൾ അവിടെ പോകണം, ഇവിടെ പോകണം, രണ്ടിടത്തെയും വർക്ക് ചെയ്യണം. പക്ഷെ ഒരിടത്താണ് അയാൾക്ക് ലീൻ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി കൊടുക്കുക. പക്ഷെ ശമ്പളമൊക്കെ ഒന്നും കൂടുതലൊന്നുമില്ല, പക്ഷെ അയാൾക്ക് രണ്ടിടത്ത് വർക്ക് ചെയ്യണം. അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പോലീസുകാരനെ സഹായിച്ചത്. അതുപോലെ തന്നെ അതേ കാരണം കൊണ്ട് തന്നെ ഒരു നേഴ്സിനെ സഹായിച്ച് ഞാൻ സഹായിക്കുന്നു. അവരൊരു നേഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു. സാധാരണ ഒരു നേഴ്സിംഗ് സൂപ്രണ്ട് 20 ബെഡ്സ് ഒക്കെയുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് അവരുടെ ചാർജിൽ കൊടുക്കുക. പക്ഷെ മാനേജ്മെന്റ് പലപ്പോഴും, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പലപ്പോഴും ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാതെ ഇരിക്കുമ്പോഴത്തേക്കും, സിസ്റ്റർ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് വാർഡ് ഓൾസോ എന്നൊക്കെ പറയും. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു 20 ബെഡ്സും കൂടെ വരുവാണ്. ഓൾറെഡി ഷീസ് എ ലേഡി. അത് ചിലപ്പം സിംഗിൾ മദറായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ഭയങ്കര തിരക്ക് പിടിച്ച പണിയൊക്കെ കഴിഞ്ഞ് ഓടി വേർത്ത് വരുമ്പോഴാണ് 20 ബെഡിന്റെ ചാർജ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു വരുമ്പോഴാണ് അവരോട് പറയുന്നത് അനദർ 20 ബെഡ്സും കൂടെ ചെയ്യണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അവരുടെ തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ വരുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു അറ്റ് എ ഒക്കേഷൻ വേർ വി ഹാവ് ടു ക്യാച്ച് എ പർട്ടിക്കുലർ ബസ്, ട്രെയിൻ കറക്റ്റ് സമയത്ത് ഓടിയെത്താനായിട്ടുള്ള തിരക്കുന്ന പാച്ചില്, ഇതൊക്കെയാണ് നമ്മളുടെ എർജൻസി അല്ലെ ജോബ് പ്രഷർ. ഇതുപോലെ തന്നെ ആരെങ്കിലും അപകടാവസ്ഥയിലാണ്, അതെങ്കിൽ ഒരാൾ കുഴഞ്ഞു വീണു കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നൊരു അപകടം, അല്ലെ ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു, അല്ലെ മരിക്കുന്നതായിട്ട് തോന്നുന്നു, അയാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ എല്ലാ എനർജിയും ഇമ്മീഡിയറ്റ്ലി ഹാസ് ടു കം ഇൻ ആക്ഷൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന അവയവമാണ് തൈറോയ്ഡ്. അപ്പം ഹൈ സ്പീഡ് കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അവയവമാണിത്. പലപ്പോഴും ഈ ഫാമിലി സിറ്റുവേഷനിൽ വരുന്നത്, ഒരു അമ്മയായിരിക്കും തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്നത്. എന്താ പ്രശ്നം? ഈ കുട്ടികളെ മാനേജ് ചെയ്യും. കുട്ടികൾ അത്രയൊന്നും ഇല്ല, ചിലപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെ 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഈ കുട്ടികളെ ഫുഡൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് റെഡിയാക്കി ഇവർക്ക് ഓഫീസിലെത്തണം. അപ്പോൾ വീട്ടിലെ ഫാമിലി ആയിട്ടുള്ള സ്ട്രെസ്, അല്ലെ നമുക്ക് വേണമെങ്കിൽ പാരന്റിങ് സ്ട്രെസ് എന്ന് പറയാം, അത് കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരാം. എങ്ങനെയാണ് കുട്ടി അയക്കുന്നത്? ഈ അച്ഛനെ കൊണ്ട് മടുത്തു, അച്ഛൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ന കാര്യം ഇന്ന സമയത്ത് ചെയ്തിരിക്കണം, അല്ലെ വൈകുന്നേരം വരുമ്പോൾ ഇത് ചെയ്തിരിക്കണം, നാളെ ഹോംവർക്ക് ചെയ്തിരിക്കണം. പലപ്പോഴും ഈ ടീച്ചേഴ്സ് കൊടുക്കുന്ന സ്ട്രെസ് പോലെ തന്നെ പാരന്റ്സും കൂടെ സ്ട്രെസ് കൊടുക്കുമ്പോഴത്തേക്കും, ഫ്രം ദി പാർട്ട് ഓഫ് ദി ചൈൽഡ്, ഹി ഓൾസോ ക്യാൻ സഫർ ഫ്രം ദിസ് സ്ട്രെസ് വിച്ച് ആർ ടു ബി മാനേജ്ഡ് ബൈ ദി തൈറോക്സിൻ. അപ്പോൾ അങ്ങനെ തൈറോക്സിൻ കൂടി കുറഞ്ഞു, ഇത് നമ്മുടെ നിരന്തരമായിട്ടുള്ള ഒരു 24 hours ടൈം പീരീഡിലുള്ള ഒരു വ്യക്തിക്ക് നിതാന്തമായിട്ട് നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പ്രതിഭാസം ആണ് എന്ന് പറയുമ്പോൾ, തൈറോയിഡിന്റെ പേരിൽ നടക്കുന്ന ഈ കച്ചവടത്തിന്റെ ഉള്ളുകള്ളി നിങ്ങൾക്ക് മനസ്സിലാകണം. അങ്ങനെ മാത്രമേ നമുക്ക് ആരെയും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ എന്താണ് തൈറോയിഡ് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നുള്ളതിന് വേണ്ടി ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ അതിന്റെ എർജൻസി അല്ലെങ്കിൽ ടൈം ടു ക്യാച്ചപ്പ്, ടു എലിമിനേറ്റ്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അർജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? തൈറോയിഡിന്റെ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള പാരൻകൈമ എന്ന് പറയുന്ന ഈ പറയുന്ന കൊളോയിഡൽ, ഞാൻ പറഞ്ഞ ഇൻഡസ്റ്റൈനൽ സിലിണ്ടർ എപ്പിത്തീലിയം അല്ലെങ്കിൽ ഫോളിക്കുലാർ, നമുക്ക് അങ്ങനെ വിളിക്കാം, ഫോളിക്കുലാർ എപ്പിത്തീലിയം, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിന്? ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഓർ പ്രൊഡ്യൂസ് മോർ ഓഫ് ദി ഹോർമോൺസ്. അപ്പോൾ സെൽ പ്രോളിഫറേഷൻ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. ഇറ്റ്സ് എ നോർമൽ പ്രതിഭാസം, നോർമൽ ആയിട്ടുള്ള ഒരു ഫെനോമിനാണ്. ദാറ്റ് ഈസ് ഓൾ പ്രോഗ്രാംഡ് ഇൻ അവർ ബോഡി. അത് നമ്മൾ പ്രത്യേകിച്ച് സ്വിച്ച് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ഒന്നും വേണ്ട. എത്ര സ്ട്രെസ് ഉണ്ട്, എത്ര സമയം അത് നീണ്ടു നിൽക്കുന്നു, അതിന് നമ്മൾ കോൺഫ്ലിക്റ്റ് മാസ് എന്ന് പറയുന്ന ഇന്റൻസിറ്റി ആൻഡ് ദി ഡ്യൂറേഷൻ, അതിൻ്റെ ആ ഡ്യൂറേഷൻ അനുസരിച്ച്, ഇന്റൻസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മാസ്
കോൺഫ്ലിക്റ്റ് മാസ് അനുസരിച്ച് എത്ര ഡോസ്, എത്ര യൂണിറ്റ്, എത്ര സെക്രീഷൻ ഓഫ് തൈറോക്സിൻ വേണമെന്ന് വളരെ നന്നായിട്ട് നമ്മുടെ ഈ ശരീരത്തിന് അറിയാം എന്ന് മനസ്സിലാക്കുന്നത് തന്നെ നമുക്ക് ആരാധനയോടുകൂടി മാത്രമേ നമ്മുടെ ഈ ശരീരത്തെയും നമ്മുടെ ഈ സിസ്റ്റത്തെയും ഈ ഹ്യൂമൻ ഓർഗാനിസത്തെയും അതിൻ്റെ എല്ലാം നിയന്താവും നിർമ്മാതാവുമായിട്ടുള്ള ദൈവത്തോടുള്ള ബഹുമാനവും നമുക്കുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ തൈറോയിഡിന്റെ ഈ പറയുന്ന സെല്ലുലാർ പ്രോളിഫറേഷൻ, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ദർ ക്യാൻ ബി അക്യുമുലേഷൻ. തൈറോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഗോയിറ്റർ എന്ന് പറയുന്ന സ്വെല്ലിംഗ് ഓഫ് ദി ഗ്ലാൻഡ് ഹാപ്പൻസ്. അതിൻ്റെ ചിലപ്പോൾ നൊഡ്യൂലർ ടൈപ്പ് ആയിരിക്കാം. അതുകൊണ്ട് നൊഡ്യൂൾസും ഡ്യൂ ടു ദി സെയിം സെല്ലുലാർ പ്രോളിഫറേഷൻ കൊണ്ട് തന്നെയാണ് വരുന്നത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം വെക്കുന്നത്? ഇൻ ഓർഡർ ടു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ ഓഫ് ദി തൈറോക്സ് ഹോർമോൺസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി മെറ്റബോളിസം. മെറ്റബോളിസം ഞാൻ പറഞ്ഞു, ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെറ്റബോളിസത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടാണ് തൈറോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ മെറ്റബോളിസം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല. അത് ഹോമിയോപ്പതി പഠിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സും. എവറി ഇൻഡിവിജ്വൽ ഈസ് ഡിഫറെൻറ്റ്. ആ ഡിഫറൻസ് വീണ്ടും കോൺഫ്ലിക്ട് ബേസ്ഡ് ആണ്. അത് 1 ജനറേഷൻ ബാക്കോ 2 ജനറേഷൻ ബാക്കോ 3 ജനറേഷൻ ബാക്കോ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ലൊക്കാലിറ്റിയിലോ ഒരു ഫാമിലിയിലോ ഒക്കെയുള്ള ഒരു ട്രഡീഷൻ പോലെ തന്നെ കൊണ്ടുപോകുന്ന ചില കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതുകൊണ്ട് സം പീപ്പിൾ ആർ ഹാവിങ് നെർവസ്നെസ്, സം പീപ്പിൾ ആർ ഹാവിങ് പാൽപിറ്റേഷൻ, ബ്ലഡ് പ്രഷർ കൂടിയേക്കാം. ആ സമയത്ത് ടെൻഷൻ, അയ്യോ ഭയങ്കരമായിട്ടുള്ള അവശത ഉണ്ടായേക്കാം, ഭക്ഷണം കഴിക്കാതിരുന്നേക്കാം, സ്ലീപ്പ് ലോസ് ആയേക്കാം, വെയിറ്റ് ലോസ് ആയേക്കാം, നമ്മുടെ ശരീരമെല്ലാം തണുത്തു പോയേക്കാം. അപ്പൊ ഇത്രയൊക്കെ ലക്ഷണം മതി, ഉടനെ കൺവെൻഷണൽ മെഡിസിൻ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ആ സമയത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ TSH വിൽ ബി ലെസ് ദാൻ നോർമൽ. നോർമലൊക്കെ സാർമാർ തീരുമാനിക്കുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. നോർമൽ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. എല്ലാ വ്യക്തികളും അവരുടേതായിട്ടുള്ള ഡിഫറൻറ്റ് സാഹചര്യങ്ങൾ കൊണ്ട് ഡിഫറെൻറ്റ് വേയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള എല്ലാ സെക്രീഷൻസ് അല്ലെങ്കിൽ ഹോർമോണൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് എപ്പോഴും നോക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനോ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും എൻ്റെ ഇത്രയും വർഷത്തെ പ്രാക്ടീസിന് അനുഭവത്തിൽ തോന്നിയിട്ടുള്ള ഓരോ ദിവസവും ഈ റിപ്പോർട്ടാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാൻ ഒരു 10-20 വർഷമായിട്ടെങ്കിലും എൻ്റെ ശരീരത്തിൽ പോയി എൻ്റെ ബ്ലഡ് കൊടുത്തിട്ട് റിപ്പോർട്ട് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അത് അറിയണ്ട. എനിക്ക് ഷുഗർ എത്രയാണ്, കൊളസ്ട്രോൾ എത്രയാണ്, തൈറോയിഡ് എത്രയാണ്, PSA എത്രയാണ്, ആൽബുമിൻ എത്ര, യൂറിൻ എത്രയാണ്, സോൾട്ട് എത്രയാണ്, സോഡിയം എത്രയാണ്, കാര്യമില്ല. അതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുവാണ്, നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് റിപ്പോർട്ട് കൊണ്ട് വരുവാണെങ്കിൽ യു ഇൻ്റർപ്രറ്റ്. ആ ഇൻ്റർപ്രിട്ടേഷൻ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് GSK പഠിച്ച ഒരാൾക്ക് മാത്രം. ഇന്ന് എനിക്ക് ഒരു ക്രയാറ്റിൻ, ഹസ്ബൻഡ് ചോദിക്കുകയാണ്, ക്രയാറ്റിന് ഡോക്ടറുടെ അടുത്ത് ചികിത്സയുണ്ടോ? ഇപ്പം ഞാനൊന്നും യെസ് ഓർ നോ പറഞ്ഞില്ല. നിങ്ങൾ രോഗിയെ കൊണ്ടുവരിക. ഇപ്പോൾ രോഗി വന്നു, എന്താണ്, ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്, നിങ്ങൾ 2 വർഷം കൂടെ ജീവിക്കത്തുള്ളൂ, നിങ്ങൾ അതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് കിഡ്നി മാറ്റി വെക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ബിക്കോസ് നോർമലായിട്ട് ക്രിയാറ്റിൻ 1.4 ആണ് ഒരു ഫീമെയിലിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ, പുള്ളിക്കാരത്തിൻ്റെ ഇതിൽ 4 ആണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, അതായത് GNM ഒക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, പഠിച്ചു തുടങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു. ഒരാൾക്ക് 8, 7, 8, 9 തീർന്നു. അയാൾ പിന്നെ ഡയാലിസിസ് മാത്രമേ മാറുള്ളൂ. നമ്മുടെ വിഷയം മാറിപ്പോയത്, നമ്മൾ കിഡ്നി പഠിക്കുമ്പോൾ നമുക്ക് പറയാം. വീണ്ടും നമുക്ക് തൈറോയിഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഇൻ ആൻ ആങ്ഷ്യസ് സ്റ്റേജ് ജസ്റ്റ് ടു അഡ്ജസ്റ്റ് ടു ദി സിറ്റുവേഷൻ. ചിലപ്പോൾ അതിന് എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായി നെർവസ് ആകും. ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ട്. കോൾഡ് ഹാൻഡ്സ് ഉണ്ടാകാം, കോൾഡ് ഫീറ്റ് ഉണ്ടാവാം, വെയിറ്റ് ലോസ് ഉണ്ടാവാം, നെർവസ്നെസ് ഉണ്ടാകാം, പാൽപിറ്റേഷൻ ഉണ്ടാകാം, ഹൈ മെറ്റബോളിസം ഉണ്ടാവുക, ഇൻക്രീസ്ഡ് ഹോർമോണൽ ഔട്ട്പുട്ടാണ്, തൈറോയ്ഡ് ഹോർമോണൽ ഔട്ട്പുട്ടുണ്ട്. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ അയാളെ ഹൈപ്പർ തൈറോയിഡിസം. അതിന് പല പേരുകളുണ്ട്, അതിലേക്ക് ഒന്നും പോകുന്നില്ല. ഇനി എന്താണ് ഹൈപ്പോ തൈറോയിഡിസം? ഇതാണ് വളരെ കോമൺ ആയിട്ടുള്ള. ഇപ്പോൾ തൈറോക്സിൻ ഗുളികകൾ കഴിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം കാരണം. TSH കൂടി എന്നുള്ളതാണ് കാരണം. TSH കൂടിയാൽ നിങ്ങളുടെ തൈറോയ്ഡ് വർക്ക് ചെയ്യുന്നില്ലെന്നാണ്. ആക്ച്വലി തൈറോയിഡിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഇല്ല, അതൊരു ഇൻഡയറക്റ്റ് ആണ്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് മെഷർ ചെയ്തിട്ടാണ് നിങ്ങളുടെ തൈറോയ്ഡ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള അനുമാനത്തിലെത്തുന്നത്. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്? അതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. വാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തൈറോക്സിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം തൈറോയ്ഡ് റെസ്റ്റ് എടുക്കുന്ന സമയം
യു ഹാവ് ഓവർകം ദാറ്റ് സിറ്റുവേഷൻ. ഓവർകം ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റിലേക്ക് പോകും, ഹാങ്ങിങ് ഹീലിംഗിലേക്ക് പോകും, സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ റിസോൾവ് ചെയ്തു, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളപ്പോൾ, അല്ലെങ്കിൽ ഞാൻ വയസ്സായില്ലേ, അതുകൊണ്ട് ഞാൻ ആ ജോലി വിട്ടു, എനിക്ക് ഇത്രയും ഓടാൻ പറ്റത്തില്ല, എനിക്ക് ഇത്രയും ഓടിച്ചാടി ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇന്നിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ബോഡി ഓട്ടോമാറ്റിക്കലി വിൽ കം ടു എ ഹീലിംഗ് ഫേസ്. അപ്പൊ എന്താണ് അത്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹീലിംഗ് ഫേസിലേക്ക് വരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്? എക്സസ് ആയിട്ടുണ്ടായ ടിഷ്യൂ ഉണ്ടല്ലോ, വെൻ വി വർ ഓവർ സ്ട്രെസ്ഡ് ആയിരുന്ന സമയം, അല്ലെങ്കിൽ കാച്ചപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ in order to put in more of my labor, അല്ലെങ്കിൽ എക്സസ് ടൈം, മൈ എനർജി ടൈം, ഇതൊക്കെ കൊടുത്തിരുന്ന ആ സമയം തീർന്നു, ഇനി എൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് ഓട്ടോമാറ്റിക്കലി ആ പേഷ്യൻ്റ് റിസോൾവ് ചെയ്യുന്ന സമയത്താണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് എന്നെ ശ്രമിക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർ, മറ്റു ഡോക്ടർമാരെ എനിക്കറിയില്ല, അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എല്ലാവരോടും എനിക്ക് പറയാനുള്ള അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, യു ഡോണ്ട് നീഡ് ടു ടേക്ക് എനി ഡ്രഗ് ബിക്കോസ് യു ഹാവ് ഓൾറെഡി റിസോൾവ്. അതുകൊണ്ടാണ് നിങ്ങൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അവസരത്തിൽ വന്നിരിക്കുന്നത്. കാരണം നേരത്തെ നിങ്ങൾ കുറച്ച് സ്ട്രെസ് എടുത്തിരുന്നു. നൗ ആ സ്ട്രെസ് എടുത്ത സമയത്ത് പ്രോളിഫറേഷൻ മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, ഇൻക്രീസ്ഡ് സെല്ലുലാർ കോൺഫിഗറേഷൻ. അത് ഇപ്പോഴത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ട്യൂബർക്കുലർ ബാസിലസ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എൻഡോഡേം ഡിറൈവ്ഡ് ടിഷ്യൂ ആയതുകൊണ്ട്. ട്യൂബർക്കുലോസിസ് ഫംഗസുമാണ്, അതിനെ ഡിസോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ട്യൂബർക്കുലർ ബാസിലസ് ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സൈസ് ഓഫ് ദി ട്യൂമർ ഓഫ് ദി തൈറോയിഡ് വിൽ സ്ലോലി കം ഡൗൺ. അപ്പം പിന്നെ അവിടെ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല, വലിയ ട്യൂമർ ഒന്നുമില്ല. സപ്പോസ് വി ഹാവ് ബീൻ അണ്ടർ ദ കോൺസ്റ്റന്റ് ടേക്കിംഗ് ഓഫ് ആന്റിബയോട്ടിക്സ്, നമ്മുടെ ശരീരത്തിൽ ഈ എല്ലാ മൈക്രോബ്സിനെയും നമ്മൾ തല്ലിക്കൊന്ന് ഇട്ടിരിക്കുന്ന ഒരു ശരീരമാണെങ്കിൽ ഈ പറയുന്ന റെസൊല്യൂഷൻ നടക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന തൈറോയിഡ് അവിടെ ചിലപ്പോൾ ഹാർഡായിട്ട് നിലനിന്നേക്കാം, അല്ലെങ്കിൽ ആ ഗോയിറ്റർ മേ റിമെയിൻ, ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ആ പേഷ്യൻ്റ് ഹൈപ്പോതൈറോയിഡിസത്തിലായിരിക്കും. അപ്പോൾ അവിടുത്തെ സിംറ്റംസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം ഈ സിംറ്റംസിനെ വെച്ചാണ് ഇത് കച്ചവടം ചെയ്യുന്നത്. എല്ലാവരും മനസ്സിലാക്കുക. ടയേർഡ്നെസ് എന്താണ്? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, ഡ്യൂറിങ് ദി ഹീലിംഗ് ഫേസ് all programs will have a tired feeling. നമ്മളതിനെ ഫറ്റീഗ് എന്ന് വേണേൽ വിളിക്കാം, അല്ലെങ്കിൽ എക്സോഷൻ എന്ന് പറയാം, വീക്ക്നെസ് എന്ന് പറയാം. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദി ഹീലിംഗ്. അറ്റ് ദാറ്റ് ടൈം വാട്ട് വി നീഡ് ടു ഡു ഈസ് ടേക്ക് റെസ്റ്റ്. നിങ്ങൾ കിടന്നോളൂ, കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, പണിയെടുക്കണ്ട, അത്രയേ ഉള്ളൂ. ഗോ വിത്ത് ദി നേച്ചർ. നേച്ചർ നമ്മളോട് പറയുന്ന ലാംഗ്വേജ് മനസ്സിലാക്കുക. അതൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഫറ്റീഗ് ഓർ tiredness, weakness is not at all a symptom to be alarmed of. നമ്മളോട് പറയുവാണ്, ബയോളജി പറയുവാണ്, ഇറ്റ് ഈസ് ദ ടൈം ടു ടേക്ക് റെസ്റ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ബൾക്കി ഫീലിംഗ്, അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ, ഫ്ലൂയിഡ് റിട്ടൻഷൻ നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ തടി വല്ലാതെ വർദ്ധിച്ചതായിട്ട് തോന്നിയേക്കാം. അപ്പോൾ അത് തൈറോയിഡുമായിട്ട് റിലേറ്റഡ് ഉള്ളതാണെങ്കിൽ ഇറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് കിഡ്നി ഫംഗ്ഷൻ. കിഡ്നി ഫംഗ്ഷൻസിലെ സ്വെല്ലിങ്ങിൻ്റെ കാര്യം, ഇഡിമ, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്ത് തൈറോയിഡിന്റെ ഔട്ട്പുട്ട് ടെമ്പറലി ലോവർ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. ആ സമയത്ത് സ്ലീപ്പിനെസ് ആയിരിക്കും കൂടുതൽ. ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ സമയത്ത് സ്ലീപ്പ് ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള താല്പര്യം കുറഞ്ഞേക്കാം, ഇമാസിയേഷൻ ആയിരിക്കാം. പക്ഷെ ഇവിടെ സ്ലീപ്പ് ഓവർ പവറിങ് ആയിരിക്കും. അതുകൊണ്ട് സ്ലീപ്പിനെസ് ഫീലിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദി ടൈം ഉണ്ടാവുക. ഈ അവസരത്തിനാണ്, അല്ലെ ഈ അവസ്ഥയ്ക്കാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നാച്ചുറലി ബോഡി സ്വെൽ ചെയ്യുന്നുണ്ടാവും, ബോഡി ലിത്താർജിക് ആകും, ബോഡിക്ക് ടയർഡ് ഫീലിംഗ് ഉണ്ടാകും, ഫറ്റീഗ് തോന്നിയേക്കാം. പലപ്പോഴും എ സ്ലോ ഡൗൺ പ്രോസസ്, ബോഡിയുടെ എല്ലാ ഫങ്ഷൻസും സ്ലോ ഡൗൺ. അത് ബെസ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് നല്ലതാണ്, പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ സ്ട്രെസ്സിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി എന്താണ് നമ്മൾ നൊഡ്യൂൾസ് ഉണ്ടാകുന്നത്? നമ്മുടെ സമയം കുറെ പോയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോകാം. നൊഡ്യൂൾസ് ഉണ്ടാകുന്നത് വെൻ ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസ് കണ്ടിന്യൂഡ്. നമ്മൾ ഈ പറയുന്ന കാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എർജൻസി ഇൻ ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓടുന്ന ആ ഓട്ടം
നീണ്ടു പോവുകയാണ് വിത്തൗട്ട് എനി റെസൊല്യൂഷൻ. പേഷ്യൻ്റ് ഹാസ് നോട്ട് റിസോൾവ്. മതി, ഇത്രയൊക്കെ ചെയ്താൽ മതി, ഇത്രയൊക്കെ ജോലി ചെയ്താൽ മതി, ഞാൻ 60 വയസ്സ് വരെ ജോലി ചെയ്തില്ലേ, 70 വയസ്സ് വരെ ജോലി ചെയ്തില്ലേ, ഇനി എനിക്ക് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ നമ്മൾ സ്വയം റിസോൾവ് ചെയ്തില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനും അത് തൈറോയിഡിന്റെ ഗ്രോത്ത് പെർസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇതും ഹാംലെസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൊവൈഡഡ് ദി കോൺഫ്ലിക്റ്റ് ഈസ് റിസോൾവ്. കോൺഫ്ലിക്റ്റ് തുടരെ വീണ്ടും വരാനായിട്ട് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ നിൽക്കും. പക്ഷേ സമയം നമ്മുടെ ബോഡിയിൽ ട്യൂബർക്കുലർ ബാസിലസ് ഉണ്ട് എങ്കിൽ, എല്ലാവരുടെയും ശരീരത്തിൽ ട്യൂബർക്കുലർ ബാസിലസ് ഉണ്ട്. അത് ഡോക്ടേഴ്സ് എന്നെ ശ്രമിക്കുന്ന എത്ര പേർക്ക് അറിയും, മറ്റുള്ളവർക്ക് അറിയുമെന്നറിയില്ല. ട്യൂബർക്കുലോസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മുടെ പുറത്തുനിന്ന് അന്തരീക്ഷത്തിൽ കൂടെ പറന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു TB പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ഉച്ഛ്വാസങ്ങളിലൂടെ എന്താ പറയണ്ടേ, അങ്ങനെയൊന്നും അല്ല, അന്തരീക്ഷത്തിൽ കൂടെ പറന്നു വരുന്നത്. നമ്മുടെ ശരീരത്തിലെല്ലാം ഉണ്ട്, എല്ലാവരുടെയും ശരീരത്തിലുള്ള സാധനമാണ് TB. അതിനെ നമ്മൾ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആന്റിബയോട്ടിക്സ് കഴിച്ച് നമ്മളതിനെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിലുണ്ടായ നോഡ്യൂൾസ് ഷ്രിങ്ക് ചെയ്യും എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ചിലപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയ അവിടെ ഇല്ലെങ്കിൽ, ആവശ്യത്തിന് ഡിസോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ടേക്ക് അവേ ചെയ്യാനായിട്ടുള്ള ബാക്ടീരിയ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അവിടെ നിലനിൽക്കും. ആ ഗ്രോത്തിനെ കാണിച്ചുകൊണ്ടാണ് അത് ഇറ്റ് ക്യാൻ ബി എ ക്യാൻസർ, ഇറ്റ് ക്യാൻ ടേൺ ഔട്ട് ടു ബി എ ക്യാൻസർ, ദെർഫോർ യു ഹാവ് ടു കട്ട്. അയ്യോ, ഇത് വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല. അത് പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. ഏത് അവയവവും വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാണ് ഇന്നത്തെ സർജൻസ് പറയുന്നത്. നമുക്ക് അവരോട് സഹതപിക്കാനേ പറയത്തുള്ളൂ. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ലാത്തതിനാൽ ദൈവമേ അവരോട് ക്ഷമിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം എല്ലാ അവയവവും മുറിക്കാൻ പറ്റുന്നതാണ് എന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. ബ്രസ്റ്റ് മുറിക്കാം, തൈറോയ്ഡ് മുറിക്കാം, എല്ലാം മുറിക്കാം. ലിവർ പിന്നെ വളരെ എളുപ്പത്തിൽ മുറിക്കാം, കൂടുതൽ പറയുന്നത്. അപ്പൊ എല്ലാം ക്യാൻസറിന്റെ പേരിലാണ് ഭയപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ വളരെ സമയം കുറവാണ് എങ്കിലും തൈറോയ്ഡ് ഡക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതൊരു ഡക്ട്ലെസ് ഗ്ലാൻഡായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും GSK നോളജിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഡക്റ്റ് ഫുൾ അല്ലെ ഡക്റ്റ് ഉള്ള ഒരു ഗ്ലാൻഡാണ്. അതുകൊണ്ട് അതിന്റെ തൈറോയിഡിന്റെ ഡക്റ്റിനെയാണ് നമ്മൾ തൈറോയ്ഡ് ഡക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കോൺഫ്ലിക്റ്റ്? ഇറ്റ് ഈസ് ആൻ അറ്റാക്ക് എഗെയിൻസ്റ്റ് ദി ത്രോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പെട്ടെന്ന് ആരോ നമ്മളെ പിടിച്ചതുപോലെ. എന്താണ്, നമുക്ക് ആ സമയത്തേക്ക് നമുക്ക് ഒരു പവർലെസ് കോൺഫ്ലിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മെയിൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഫ്രണ്ടൽ ഫിയർ, സം ആക്സിഡന്റ്, സം എന്തോ വെൽക്കം ചെയ്യാത്ത എന്തോ ഒരു സംഭവം പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ സംഭവിക്കുമ്പോഴാണ് അതിനെ ഫ്രണ്ടൽ ഫിയർ കോൺഫ്ലിക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ വെർബൽ അറ്റാക്ക് പോലും ആകാം. വളരെ തീക്ഷ്ണമായിട്ടുള്ള ഒരു വെർബൽ അറ്റാക്കിൽ നമ്മൾ പെട്ടുപോകുന്ന അവസരത്തിൽ നമ്മുടെ തൈറോയിഡിന്റെ ഈ പറയുന്ന ഡക്റ്റ് ആക്റ്റീവ് ആകും. അത് ചിലപ്പോൾ ഒരു അക്യൂസേഷൻ ആകാം, അതൊരു ചിലപ്പോൾ ഇൻസൾട്ട് ആവാം. നമ്മളെ വളരെ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്കത്, അതായത് നമ്മൾ അന്നേരം സംഭവിക്കുന്ന ഐ വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ഔട്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്നേരം എൻ്റെ ബോധത്തിൽ വന്നില്ല, എനിക്ക് പറയാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നീടാണ് ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നത് അന്നേരം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നും. ഇതൊക്കെ നമ്മുടെ തൈറോയിഡ് ഡക്റ്റിനെ ബാധിക്കുന്ന ഒരു ചോക്കിംഗ് സെൻസേഷൻ ആണ്, ഇമോഷണൽ ചോക്കിംഗ്. സോ ഐ വാസ് നോട്ട് അലൗഡ് ടു സ്പീക്ക് ഔട്ട്. എനിക്ക് പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല, ബിക്കോസ് ഐ വാസ് ഇൻസൾട്ടഡ്, ഐ വാസ് ചോക്ഡ് വെർബലി, ഇമോഷണലി. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് ഡക്റ്റിൽ സംഭവിക്കുന്നത്? കുറച്ച് സ്പീഡിൽ പോവാണ് ആസ് യൂഷ്വൽ, ബിക്കോസ് ദിസ് ഡക്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ എക്ടോഡെം. അല്ല, എക്ടോഡെം ഡിറൈവ്ഡ് ആണ്, കൺട്രോൾഡ് ബൈ ദി സെറിബ്രൽ കോർട്ടെക്സ്. അതിനെ പ്രീ മോട്ടോർ ഏരിയയിൽ അല്ലെ ഫ്രോണ്ടൽ ഏരിയയിലാണ് അതിന്റെ കൺട്രോളിംഗ് സെന്റർ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഡ്യൂറിംഗ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി അൾസറേഷൻ ഇൻ ദി കേസ് ഓഫ് ectoderm derived tissue and cerebral cortex controlled tissue. ഫ്രണ്ടൽ ലോബിലാണ് അതിന്റെ കൺട്രോളിംഗ് സെന്റർ ഉള്ളത്. അപ്പോൾ ഡ്യൂറിംഗ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി സാധാരണഗതിയിൽ നമുക്ക് പെയിൻ ഒന്നും അനുഭവപ്പെടാറില്ല തൈറോയിഡിന്റെ ഡക്റ്റിന്റെ അകത്ത്. അവിടെ ചിലപ്പോൾ ഈ പറയുന്ന അൾസറേഷൻസ് നമ്മൾ നോട്ടീസ് ചെയ്യാതെ തന്നെ ചിലപ്പോൾ പോയേക്കാം, അൺനോട്ടീസ്ഡ് ആയിട്ട് ചിലപ്പോൾ പോയേക്കാം. സാധാരണഗതി നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു സിൻഡ്രോം നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷേ ഡ്യൂറിംഗ് ദി ഹീലിംഗ് പ്രോഗ്രാം ദർ വിൽ ബി സം, അതും വലിയ നോമിനൽ അല്ലെങ്കിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് അല്ല, വളരെ നോമിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ തോതിലുള്ള ഒരു ഇൻഫ്ലമേഷൻ ചിലപ്പോൾ നമുക്കുണ്ടാകാം. ദാറ്റ് മേ കോസ് സം ഡിസ്കംഫോർട്ട് ഇൻ ദി ത്രോട്ട്. ആ പെയിൻഫുൾ അല്ലെ ഡിസ്കംഫോർട്ടിനെയാണ് സാധാരണ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളത്തേക്ക് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ റെക്കർ ചെയ്യുക, അങ്ങനെയുള്ള കേസുകൾ നമ്മളതിനെ ക്രോണിക് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് സ്വെല്ലിംഗ് എന്നൊക്കെ പറയും.
ഇനി വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന, എനിക്ക് എന്നും കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറായിട്ട് എനിക്ക് എന്നും കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഹഷിമോട്ടോസ്. അതുകൊണ്ട് അങ്ങനെയുള്ള കേസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ ഐ വാസ് നോട്ട് ഏബിൾ ടു ഡയഗ്നോസ് എനി കേസ്. ഹഷിമോട്ടോസ് എന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കേസ്, നമ്മൾ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഹഷിമോട്ടോസ് വളരെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ടേബിളിൽ കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന സംഗതിയെ GSK ഇല്ല. അതുകൊണ്ട് ഒരു ബോഡി സെൽസും, ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബോഡി സെല്ലും വേറെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള വേറൊരു കുറെ ബോഡി സെല്ലുമായിട്ട് ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, പുറത്ത് യുദ്ധങ്ങൾ നടക്കും, പക്ഷെ നമ്മുടെ ഉള്ളിൽ യാതൊരു യുദ്ധങ്ങളുമില്ല നമ്മുടെ ശരീരത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ മീനിങ്ലെസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹീലിംഗ് ഫേസിൽ ഓവർലാപ്പിംഗ് വിത്ത് ദി ഫോളിക്കുലർ എർജൻസി കോൺഫ്ലിക്റ്റ്, ഫോളിക്കുലർ ടിഷ്യൂ ഞാൻ പറഞ്ഞു, അതിൻ്റെ എർജൻസി ഞാൻ പറഞ്ഞു, അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ക്രോണിക് ഹീലിംഗ് സ്വെല്ലിംഗ് മിസ്ഇൻറ്റർപ്രറ്റ്. അതിനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് നമ്മൾ കണക്കാക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് GHK പഠിക്കുന്നവരെങ്കിലും. ഹോൾ വേൾഡ് അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഉള്ളത്. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകരുത്. അത് നമ്മളെ വേണ്ടാത്ത രീതിയിലേക്ക് നമ്മളെ ഭയപ്പെടുത്തും. നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. പിന്നെ മെഡിക്കൽ ഡയഗ്നോസിസ് വന്നു കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ കോൺഫ്ലിക്റ്റുകളാണ് നമുക്ക് പലപ്പോഴും വരുന്നത്. അപ്പം ഞാൻ ചുരുക്കുകയാണ്. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് ഞാൻ പറഞ്ഞു. പേഴ്സൺ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാകുമ്പോഴാണ്. അതുകൊണ്ട് there will be an urgency of time, അല്ലെങ്കിൽ ആ ടൈം പ്രഷർ, എർജൻസി, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോഴത്തേക്കും ബോഡി സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈറോയിഡിൻ്റെ ഹൈപ്പർ ഫങ്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ബോഡി സ്പീഡപ്പ് ചെയ്യും ഇൻ ഓർഡർ ടു കോപ്പ് വിത്ത് ദി സിറ്റുവേഷൻ. ആ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യലാണ് എൻ്റെ ഫങ്ഷൻ. അതിനെ ഹൈപ്പറാണ്. അതുകൊണ്ട് നമ്മൾ സപ്രസ് ചെയ്യത്തക്ക രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിക്കേഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകൂടെ പറയുവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. യു ടേക്ക് റെസ്റ്റ്, യു അലൗ ദി പ്രോഗ്രാം ടു കണ്ടിന്യൂ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബോഡിയിൽ ഈ പറയുന്ന തൈറോയിഡ് അല്ലെങ്കിൽ TSH ഒരു എന്താ പറയണ്ട 4.5 OU. നിങ്ങൾ ഒരു ഹോമിയോ ഡോക്ടർ തന്നെ ഇന്ന് പറഞ്ഞ ഒരു പേഷ്യൻ്റ് വന്നു, സോറി അത് ക്രിയാറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. TSH അതുപോലെ തന്നെയാണ്. യു വിൽ ഹാവ് ടു മേക്ക് എ സർജറി എന്ന് ആദ്യമേ തന്നെ പേഷ്യൻറ്റിനോട് പറയുകയാണ്. നിങ്ങൾക്ക് ഒരു ലോബ് അങ്ങ് മുറിച്ച് കളയാം. വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും വേണ്ടു. ആ പ്രകൃതിയുടെ പ്രോഗ്രാമിന് അനുസരിച്ചിട്ട് നമ്മൾ കോപ്പറേറ്റ് വിത്ത് ദി നേച്ചർ ആൻഡ് ടേക്ക് റെസ്റ്റ് ആൻഡ് ടേക്ക് സം വെരി ലൈറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ടയർഡ് ഫീലിംഗ് വരാണ്. കുറച്ചും കൂടി അവിടെ കിടന്നോളൂ. കുറച്ച് ദിവസം കിടന്ന്, അല്ലെ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ യു വിൽ ബി ഓക്കെ. ഇത്രയേ വേണ്ടൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വെയിറ്റ് ഫീലിങ്ങോ ഒരു ടയർഡ് ഫീലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് നോർമൽ. ഓക്കെ, ഇപ്പൊ TSHനെ കുറിച്ച് ഞാൻ പറഞ്ഞു. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അത് പിറ്റ്യൂട്ടറിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത്? നമ്മളുടെ തൈറോക്സിൻ പ്രൊഡക്ഷൻ കുറവാണെന്ന് ബോഡിക്ക് മനസ്സിലാകുമ്പോഴാണ്. അപ്പം ഫാസ്റ്റ് ആയിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും T3 T4നെ നോർമൽ ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് തൈറോക്സിനെ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആ ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു എർജൻസി, ആ ടൈം അസൈൻമെന്റ് നമ്മൾ നേടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ മതി എന്ന് പറയുന്ന ഒരു അവസരത്തിലാണ് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം അനുഭവപ്പെടുന്നത്. ആ സമയത്ത് നമുക്ക് ടയേർഡ് ഫീലിംഗ് വരുന്നു. അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ്? TSH നോക്കാൻ പറയുകയോ അതിൻ്റെ പേരിൽ വലിയ 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 കൺക്ലൂഷൻ എടുക്കാൻ പോവുകയോ ചെയ്ത് രോഗിയെ പേടിപ്പിക്കാതിരിക്കുക. TSHനുണ്ടാകുന്ന വേരിയേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അല്ലെ തൈറോക്സിൻ നമ്മൾ T3 T4 തന്നെ എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് യെസ് യു ഹാഡ് ബീൻ ടു ദിസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ആ രോഗി പറയും യെസ് ഐ ഹാഡ് എ വെരി സ്ട്രെസ്ഫുൾ പീരീഡ് during which I had no support. I had to manage the home household chores by alone എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആ പേഷ്യൻ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആ ലേഡി അല്ലെങ്കിൽ ആ ഒരു ജൻ പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്കത് അതിന് തെറാപ്പി കൊടുക്കാൻ പറ്റും. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തു, പെർഫോം ചെയ്തു, നിങ്ങളത് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു, ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ട് അവരോട് അതിൻ്റെ ഒരു അബ്സല്യൂട്ട് ഇൻഡിക്കേറ്റർ അല്ല എന്നുള്ള ബോധം ആ വ്യക്തിക്ക് കൊടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ലെവൽസ് വിൽ ഓൾവേസ് ബി ഷിഫ്റ്റിംഗ് അപ്പോൺ ദീസ് ഡിഫറെൻറ്റ് ഫേസസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് GHK പഠിച്ചാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അപ്പോഴെപ്പോഴാണ് TSH എലിവേറ്റഡ് ആകുന്നത്, എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ TSH എലിവേറ്റഡ് ആവുകയാണെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന
ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ഉടനെ ഓർത്തോളുക, ഹൈപ്പോ തൈറോയിഡിസം ഈസ് നോട്ട് ടു ബി മാനേജ്ഡ് ബൈ എനി മെഡിസിൻ, നോ നീഡ്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഹീലിംഗ് ഫേസ്. നൗ ഹൈപ്പർ എന്ന് പറയുന്നത് എന്താണ്? കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. സോ യു ഹെൽപ് ദി പേഷ്യന്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. ഏത് സാഹചര്യമാണ് നിങ്ങളെ ഇത്രയും സ്ട്രെസ്സിൽ പെടുത്തിയിരിക്കുന്നത്? എന്ത് ടൈം എർജൻസിയാണ് നിങ്ങൾക്കുള്ളത്? എന്ത് അച്ചീവ് ചെയ്യാനായിട്ടെന്നാണ് നിങ്ങൾ ഓടുന്നത്? ബസ് പിടിക്കാനാണോ, അല്ലെങ്കിൽ ഒരു പരീക്ഷ ജയിക്കാനാണോ, തീസിസ് സബ്മിറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണോ, PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് നിങ്ങളെ കൊണ്ട് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ ലോ TSH എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്ക് യു ആർ സ്റ്റിൽ ഇൻ ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് TSH ആണെങ്കിലാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഹൈപ്പോ തൈറോയിഡിസം ആണ്, അതും ചികിത്സിക്കണം, ഹൈപ്പോ തൈറോയിഡിസം ചികിത്സിക്കണം, ഹൈപ്പർ തൈറോയിഡിസം ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യരെ മുഴുവനും അവരുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവരുടെ ബോഡി ചെയ്യുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ പിടിച്ച് രോഗമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കൺവെൻഷണൽ മെഡിസിൻ ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് നമുക്കൊരു യൂട്യൂബ് ചെയ്യാനോ ഒരു ഫേസ്ബുക്ക് എഴുതാനോ അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ഇതൊന്നും ആരും കേൾക്കാനായിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രായോഗികമാക്കുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് GHK ഒരു പത്തോളജി അല്ല, അല്ലെ GHK അനുസരിച്ചിട്ട് നമ്മളോട് ഒരു പാറ്റേൺ, നിങ്ങളുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേക സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യെസ് ദിസ് ഹാസ് ടു ബി മാനേജ് ലൈക്ക് ദിസ്. എന്താണ്? നിങ്ങൾക്ക് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ വേ, അതർവൈസ് യു വിൽ ബിക്കം ഡെബിലിറ്റേറ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾ പല സിംറ്റംസും ചിലപ്പോൾ കാണിക്കും. ഇപ്പൊ ഞാൻ സമയം കഴിയുകയാണ്, എന്നാലും പാരാതൈറോയിഡിനെ കുറിച്ച് അത്രമാത്രം പ്രധാനപ്പെട്ട അല്ലെങ്കിലും ഞാൻ അതിനെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ട് വരാം. പാരാതൈറോയിഡിസം ഡോക്ടേഴ്സായ നിങ്ങൾക്ക് പലപ്പോഴും അറിയാം, അതെപ്പോഴും കാൽഷ്യം മെറ്റബോളിസവുമായിട്ട് ചേർത്തിട്ടാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാൽഷ്യം ഈസ് നീഡഡ് ടു സ്ട്രെങ്തൻ അവർ സെൽസ്. ആ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പാരാതൈറോയിഡ് വിൽ കം ഇൻ ടു ആക്ടിവിറ്റി. അപ്പൊ പാരാതൈറോയിഡിന്റെ കോൺഫ്ലിക്ട് തീം എന്ന് പറഞ്ഞാൽ അൺഎബിൾ ടു അസേർട്ട് ടെറിട്ടറി. അപ്പൊ അതൊരു ടെറിട്ടോറിയൽ ഇഷ്യൂ ആണ്. ഈവൻ ദോ ഇറ്റ് ഈസ് എൻഡോഡെൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്, ജസ്റ്റ് ലൈക്ക് ദി ഫോളിക്കുലർ എപ്പിത്തീലിയം ഓഫ് ദി തൈറോയിഡ്, അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ സിലിണ്ടറിക്കൽ എപ്പിത്തീലിയം ഓഫ് ദി തൈറോയിഡ്. അതുപോലെ തന്നെയുള്ള കുറച്ചൊരു നൊഡ്യൂൾസ് ആയിട്ട് രണ്ട് ലോബിന്റെയും ബാക്കിൽ ഫിറ്റ് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ ടോട്ടൽ 4 ഗ്ലാൻഡ് ഉണ്ട്. അതാണ് പാരാതൈറോയിഡ്. അപ്പൊ അവിടെ ഒരു ടെറിട്ടോറിയൽ കൺസേൺ ഉണ്ട്. എന്താണ്? unable to assert my, because I was under some dispute. അത് ടെറിട്ടോറിയൽ ആയിരുന്നു. എസ്പെഷ്യലി ഫാമിലി പാർട്ടീഷന്റെ സമയത്തൊക്കെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീഷൻ അല്ലെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും പാരാതൈറോയിഡ് വിൽ കം ഇൻ ടു ആക്ഷൻ. അല്ലെങ്കിൽ ഹോം റിലേറ്റഡ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയാം. ഇപ്പൊ ലോസ് ഓഫ് അതോറിറ്റി ഇൻ എ ഫാമിലി എന്ന് പറയാം. ഇപ്പൊ ഫാമിലിയിലുള്ള അതോറിറ്റി നഷ്ടപ്പെടുന്നത്, അപ്പൊ ടെറിട്ടോറിയൽ ആണ് ഇഷ്യൂ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ പാരാതൈറോയിഡ് വിൽ കം ഇൻ ടു ആക്ഷൻ. എന്തിനാണ്? ഇൻ ഓർഡർ ടു സ്ട്രെങ്തൻ യു by giving you producing more calcium so that your bone structure may be strengthened, so that you will become a strong person. അപ്പോൾ ആ ത്രെറ്റ് ഇൻ ദി ഫാമിലി ഡൊമൈനിലുണ്ടാകുന്ന ആ ത്രെറ്റ് നിങ്ങൾക്ക് വീണ്ടും പോസിറ്റീവായിട്ടുള്ള സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരാതൈറോയിഡ് വർക്ക് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബൗണ്ടറി ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ എൻഡോഡെം ഡിറൈവ്ഡ് ടിഷ്യൂ ആണ്, കൺട്രോൾഡ് ബൈ ദിസ് ബ്രെയിൻ സ്റ്റെം ആണ്. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ദർ വിൽ ബി സെൽ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ആ ഡ്യൂറിങ് ദാറ്റ് പീരീഡ് ദർ വിൽ ബി ഇൻക്രീസ്ഡ് പാരാഥോർമോൺ എന്ന് പറയുന്ന തൈറോയിഡിന്റെ ഹോർമോൺസ് ഇൻക്രീസ്ഡ് ആയിരിക്കും. ആ സമയത്ത് ഹൈ ലെവൽ കാൽഷ്യം ഉണ്ടായിരിക്കും. എന്തിനാണ് ആ കാൽഷ്യം? ദാറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് റെസ്പോൺസ് in order to make us stronger, so that we will be enabled to meet with that family discourse, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാൽഷ്യം കുറച്ച് കഴിയുമ്പോൾ അത് ഹീൽ ചെയ്യണമല്ലോ. ആ ഫാമിലി ഒരു കോൺഫ്ലിക്റ്റ് കഴിഞ്ഞാൽ അത് ഹീലിംഗ് സ്റ്റേജിലേക്ക് വരും. അപ്പൊ ഡ്യൂറിങ് ദി ഹീലിംഗ് സ്റ്റേജിലേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് കാൽഷ്യം വിൽ ബിക്കം നോർമൽ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഹീലിംഗ് ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് as usual there will be a tired feeling, there will be an edema. ഇത് റെക്കറന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവര് അതിനെ ഒരു ട്യൂമർ കണ്ടുപിടിക്കും. അപ്പം പാരാതൈറോയിഡ് ട്യൂമർ അല്ലെ പാരാതൈറോയിഡിസം അല്ലെ അഡിനോമ എന്നൊക്കെ പറഞ്ഞ് അതും ക്യാൻസർ ആയി ചിത്രീകരിച്ചേക്കാം, ക്യാൻസർ ആയേക്കാം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയേക്കാം. അപ്പൊ എനിക്ക് സമയം തീർന്നു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, രോഗിയെ ചികിത്സിക്കുമ്പോൾ അത് നിങ്ങളായാലും നിങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസ് ആയാലും നിങ്ങൾ എപ്പോഴും ഓർക്കുക എന്നാണ് ഈ സിംറ്റം തുടങ്ങിയത്. അപ്പൊ എന്തൊക്കെയാണ് സിംറ്റംസ്?
ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ എന്നാണ് നിങ്ങളുടെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തത്, ആ സമയത്ത് നിങ്ങൾ എന്ത് സ്ട്രെസ്സിലായിരുന്നു, എന്ത് ജോലി ഭാരമായിരുന്നു, അല്ലെങ്കിൽ എന്ത് ജോബ് എർജൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്ത് ഇന്റർവ്യൂ ആയിരുന്നു, എന്തായിരുന്നു നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഗതികൾ വന്നത്. കാരണം ഞാൻ ഇന്നും ഓർക്കുന്നു, രണ്ട് കുട്ടികളുടെ കേസ് കൺജനൈറ്റൽ തൈറോയിഡ് പ്രോബ്ലംസ് ആയിട്ട് ലൈഫ് ലോങ് മെഡിക്കേഷൻ വേണമെന്ന് പറഞ്ഞ രണ്ട് കുട്ടികൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. വേറെയും കേസസ് ഉണ്ട്. ഇത് രണ്ട് കേസുകളിലും മദേഴ്സ് വേർ അണ്ടർ ടെറിബിൾ സിറ്റുവേഷൻ, സ്ട്രെസ്. ഒരാൾ PSC പോസ്റ്റിംഗ്, അവരിന്ന് മിൽമ എന്ന് പറയുന്നതിൻ്റെ അത് വളരെ വളരെ ഹൈ പോസ്റ്റിലാണുള്ളത്. അവരുടെ കുഞ്ഞുകുട്ടി ഇപ്പോൾ സ്കൂളിലൊക്കെ ആയി, കുഞ്ഞുകുട്ടിയെ കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇന്ന് ഞാൻ ഓർക്കുന്നു, വളരെ സൈസ് കുറവായിട്ടുള്ളൊരു ക്രിട്ടിനിസം എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഒത്തിരി പേരുകൾ നമ്മൾ പറയുന്നുണ്ട്, ഹൈപ്പോതൈറോയിഡിസം, കൺജനേറ്റൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി ഗ്രോത്ത് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ വളരുന്നില്ല എന്നൊക്കെ പറയുന്നത് എല്ലാം തൈറോയിഡിന്റെ കുഴപ്പമാണ്. തൈറോയിഡിന്റെ കുഴപ്പം എന്താണ് കാരണം? അതൊരു ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ്, അല്ലെ കൺജനേറ്റൽ ആണ്, ജനറ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യുവാണ്. ആക്ച്വലി വാട്ട് ഈസ് ദാറ്റ്? That is related to the conflicts that the mother underwent during the pregnancy of that particular baby. ഡോക്ടർ മിക്ക പറയാനും വേണ്ടി ഞാൻ ആയില്ല ഡോക്ടർ. ഓക്കെ, വാട്ട് ടെറിട്ടറി ഇഷ്യൂ ഒക്കെ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടതെന്നാണ് പറയുന്നത്. ആരാണ് നിങ്ങളെ അറ്റാക്ക് ചെയ്തത്? അറ്റാക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ തൈറോയിഡ് ഡക്റ്റ് അഫക്റ്റഡ് ആകുന്നത്. അതിന്റെ ഫങ്ഷൻസും ഡിസ്ഫങ്ഷനും ഒക്കെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് ആരായിരുന്നു നിങ്ങളുടെ പ്രശ്നം, എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം, അന്ന് നിങ്ങൾ എവിടെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ കാര്യകാരണ സഹിതമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാനായിട്ടും സാധിക്കും. ഇതാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാ രോഗാവസ്ഥകളിലും ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ രോഗിയോട് നിങ്ങൾ റീഅഷുറൻസ് കൊടുക്കൽ മാത്രമാണ് നിങ്ങളുടെ ജോലി. ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അഡീഷണൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗീവ് ദി മെഡിസിൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഡ്യൂറിംഗ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി വി ഹാവ് ഗോട്ട് മെഡിസിൻസ്. ഡ്യൂറിംഗ് ദി ഹീലിംഗ് ഫേസ് വി ഹാവ് ഗോട്ട് മെഡിസിൻസ്. ഡ്യൂറിംഗ് ദി എപ്പിലെപ്റ്റോയിഡ് ക്രൈസിസ് വി ഹാവ് ഗോട്ട് മെഡിസിൻസ്. ഏത് സമയത്തും കൊടുക്ക് രോഗിയെ സ്ട്രെങ്തൻ ചെയ്യാനും എന്നെ എംപവേർഡ് ആക്കാനും സാധിക്കുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഡിവൈൻ മെഡിസിൻ ആണ് ഹോമിയോപ്പതി. അതുപോലെ തന്നെയാണ് ഒരു ഡിവൈൻ സയൻസ് ആയിട്ടാണ് ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഡിവൈൻ സയൻസ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് ഡിവൈൻ സയൻസസും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭാവിയാണ് ഞങ്ങളുടെ ഗ്ലോബൽ GSK സ്വപ്നം കാണുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട്, ഒരു 50 പേരോളമായി. അപ്പം വളരെയധികം നന്ദിയുണ്ട് വന്നവരോട്, സഹകരിച്ചവരോടും. അപ്പൊ നമ്മൾ രോഗിയെ അവരെ പറഞ്ഞ് പേടിപ്പിച്ച് അവരെ കച്ചവട വസ്തുവാക്കാതെ അവരെ സമാധാനിപ്പിച്ചു വിടേണ്ട വളരെ നോബിൾ ആയിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ് ഡോക്ടർമാര്. രോഗികളെ എപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇതെല്ലാം ബയോളജിക്കലി എക്സ്പ്ലെയിനബിൾ ആണെന്നും ബയോളജിക്കലി ബെനിഫിഷ്യൽ ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഹോമിയോപ്പതിയും GHKയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. കാരണം GHK എല്ലാത്തിൻ്റെയും റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഇമോഷണൽ ഒരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കാനായിട്ട് ഹോമിയോപ്പതിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചികിത്സ ഇഫ് അറ്റ് ഓൾ നീഡഡ്. അറിവ് വന്നു കഴിഞ്ഞാൽ ഒരു ചികിത്സയുടെ ആവശ്യമില്ല. ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ 2 കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. ഒന്ന്, 5-5.5 കോടി രൂപയുടെ കാലപ്പഴക്കം കഴിഞ്ഞതും തെറ്റായിട്ടുള്ളതും ചാത്തൻ മരുന്നുകൾ ഈ കേരളത്തിലെ ചുരുങ്ങിയ ജില്ലകളിൽ മാത്രം പരിശോധിച്ചപ്പോൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തേത് നിങ്ങൾക്കറിയും, എല്ലാവർക്കും അറിയാം, 2500-3000 കോടി രൂപയാണ് അമേരിക്കൻ കമ്പനികൾ കേരളത്തിലുള്ള ആശുപത്രികളിൽ ചെലവാക്കിയിരിക്കുന്നത്. ഇതിനൊന്നും എതിരായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്കില്ല. നമ്മുടെ ഇടയ്ക്കുള്ള ഡോക്ടേഴ്സിനോട് പോലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആരോഗ്യമെന്നതിനെ കുറിച്ച് നമ്മൾ അലോപ്പതിക്കാർ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയാണ് ഇന്നും ഉള്ളത്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള വിനീതമായ അപേക്ഷയാണ്, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പഠിപ്പിക്കുക, നിങ്ങളൊരു സ്മോൾ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുക, ചർച്ച ചെയ്യുക, ഇങ്ങനെയുള്ള വേദികളിൽ വരിക. എല്ലാ വെള്ളിയാഴ്ചകളും ഡോക്ടർ ശശിധരൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ കൂടണം. നിങ്ങളുടെ അറിവുള്ളവരുടെ, നിങ്ങളുടെ കോണ്ടാക്റ്റുള്ള ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കോണ്ടാക്ട്സ്, നിങ്ങൾക്ക് ഈ മെസ്സേജസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അറിവുകൾ, നമുക്ക് വലിയ ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് ഒന്നുമില്ല, ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കളർഫുൾ അല്ലാത്ത
പോസ്റ്റർ ആണെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ആരുടെയെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളുടെ ആരോഗ്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിയർ ആൻഡ് നിയർ വൺസിൻ്റെ അടുത്ത് നിങ്ങൾ ഈ പറയുന്ന അറിവ് എത്തിക്കണം. നമ്മളാൽ ആവുന്നത് പോലെ നമുക്കിത് പ്രചരിപ്പിക്കണം, ജനങ്ങളെ സഹായിക്കണം. ഇത് മാത്രമാണ് ലക്ഷ്യം, വേറെ ഒരു ലക്ഷ്യവുമില്ല. എന്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യം, എന്താണ് യഥാർത്ഥത്തിൽ രോഗം, എന്താണ് യഥാർത്ഥത്തിൽ സൗഖ്യം എന്നുള്ള സത്യം, നിതാന്തമായ സത്യം, ഇത് പ്രചരിപ്പിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കുറച്ചു പേര് ഇതിന് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഈ സഹകരണത്തിന് നന്ദിയുണ്ട്. എല്ലാവരെയും ഇത് പഠിക്കാനായിട്ടുള്ള ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാം കഴിഞ്ഞു. താങ്ക് യു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, വന്നവർക്ക് എല്ലാവർക്കും. ഇനി സമയം കുറച്ച് കഴിഞ്ഞുവെങ്കിലും ഞാനിവിടെ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ആകെപ്പാടെ 2 ചോദ്യമേ കണ്ടുള്ളൂ. എത്ര വലിയ അറിവാണ് തന്നത്, നന്ദി. വിജയ, താങ്ക് യു. ഈവനിങ് പ്ലീസ് ടെൽ മീ ഇൻ ഇംഗ്ലീഷ്. എന്തായാലും ഇത് മലയാള പ്രോഗ്രാമാണ്, അതുകൊണ്ട് സോറി, ആരാണ് എന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ മാത്രമേ ഇത് തൽക്കാലം മുമ്പോട്ട് പോകുന്നു. സർ, ഗുഡ് ഈവനിങ്, പ്ലീസ് ടെൽ മീ ഇൻ ഇംഗ്ലീഷ്. സോറി, അത് രാജു പാലാഗിരി. ഇപ്പൊ എന്തായാലും നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് മലയാളത്തിലാണ്. ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ സാറേ, ഇത് ഹാർഡ് സ്വെല്ലിംഗ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ മതി. ആ, ഹാർട്ട് സ്വെല്ലിംഗ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരവും നിങ്ങൾക്കത് ഓപ്പറേഷൻ ചെയ്യാതെ പോകുകയാണ് നല്ലത്. കാരണം ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടി കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ് വരുന്നത്. അതൊക്കെ ഒരു ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ് തീരുമാനിക്കുന്നത്, ഓപ്പറേഷൻ ചെയ്യണമോ അത് അതേപടി വിടണമോ എന്നൊക്കെ. അത് വലുതാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫ്ലിക്റ്റിൽ നിന്നും ഫ്രീ ആയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അതിൽ ചിലത് ഇതായി പോവുമല്ലോ, ഹാർഡായിട്ട്. അങ്ങനെ പിന്നെ അത് വേറെ കുഴപ്പമൊന്നുമില്ല, പേഷ്യൻ്റ് അതിൽ നിന്നൊക്കെ റിലീഫ് ചെയ്താൽ പോലും അത് അവിടെ നിൽക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ GNMൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ എന്ത് കോഴ്സ് പറയുന്നുണ്ടോ? ഇല്ല ഡോക്ടർ സലീമെ. അതായത് ഒരു GNMൻ്റെ ഇത് പറയുമ്പോൾ ആ ആൾക്ക് ആ പറയുന്ന അതിനെ നമ്മൾ സ്കാർ ടിഷ്യൂ ഫോർമേഷൻ ഈസ് എ പാർട്ട് ഓഫ് ഹീലിംഗ് ഫേസ്. അങ്ങനെ ധാരാളമുണ്ട്. നമ്മളൊരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ, ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻറ്റിനോട് ധാരാളം പറയുന്ന ഒരു കേസാണ്. എനിക്കൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ കൈ ഒടിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയില്ല. പക്ഷെ എൻ്റെ ഈ എൽബോയിൽ ഒരു സ്കാറുണ്ട്, വളരെ നോട്ടീസബിൾ ആയിട്ടുള്ള, വളരെ ഡിസ്ഫിഗർമെൻ്റ് ഉള്ള, ഡാർക്ക് ആയിട്ടുള്ള, അഗ്ലി ആയിട്ടുള്ള ഒരു സ്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫുൾ സ്ലീവ്സ് ഒക്കെ ഇട്ട് രോഗിയിൽ നിന്നും മറയ്ക്കാതെ ഞാനിത് പേഷ്യൻ്റ് കണ്ടോട്ടെ, ഇതെന്താ ഡോക്ടറുടെ കൈ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാമെന്ന് ആഗ്രഹിച്ചു. അതായത് ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ടു സുഹൃത്തെ, അല്ലെ പേഷ്യൻ്റ്, പക്ഷെ ഞാൻ മരിച്ചില്ല. ദൈവം എന്നെ സഹായിച്ചു, അതുകൊണ്ട് ഞാൻ മരിച്ചില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സ്കാർ ഉണ്ട്. ആ സ്കാർ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എന്നെ ഈ അപകടത്തിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന് സ്തുതി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പേഷ്യൻറ്റിനോട് പറയുന്നത്, ഡോക്ടർ സലീം. അതുകൊണ്ട് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വലിയ മുഴയുണ്ടായി, GNMൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കരുത്. നമ്മളതിൻ്റെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആണോ, ഹാങ്ങിങ് ആണോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഹാങ്ങിങ് ആണ്, അല്ലെങ്കിൽ അത് ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രോത്ത് കുറയും. പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനുള്ള ട്യൂബർക്കുലർ ബാസിലസ് ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്യൂബർക്കുലർ ബാസിലസ് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് വൈറസ്. വൈറസ് കനോട്ട് റിസോൾവ്. ഇറ്റ് ഈസ് നോട്ട് ഓർഡിനറി ബാക്ടീരിയ. ബാക്ടീരിയ കനോട്ട് ആക്ട് ഓൺ ദാറ്റ്. പക്ഷേ ട്യൂബർക്കുലർ ബാസിലസ് ആണ് എൻഡോഡൈൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ, അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ആയിട്ടുള്ള ടിഷ്യൂ ഗ്രോത്ത് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഡിസോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ട്യൂബർക്കുലർ ബാസിലസിനെ നശിപ്പിക്കരുത് എന്നാണ് എൻ്റെ അനുമാനം. അതുകൊണ്ട് GHKയിൽ ഹോമിയോപ്പതി മെഡിസിൻ പോലും ഇല്ലല്ലോ. നമുക്കറിയാം ഹോമിയോപ്പതി മെഡിസിൻസ് ആർ ദെയർ നമ്മുടെ ട്യൂമറുകളെ ഡിസോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ട്യൂമറുകളുടെ പ്രത്യേക കോസും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ പ്രിസ്ക്രൈബ് എ ബെറ്റർ റെമഡി എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്യൂമറുകൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ നമുക്ക് ഹോമിയോപ്പതിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹോമിയോപ്പതിയും GHKയും കൂടെ ചേർന്നാൽ നമുക്ക് ഈ ലോകത്തിലെ നമ്പർ 1 സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് ആകാൻ പറ്റുമെന്നും, ഹോമിയോപ്പതി ഇന്നത്തെ രീതിയിൽ പോയാൽ ഒരിക്കലും സാധ്യമാകത്തില്ലെന്നും ഡോക്ടർ വർഗീസ് വളരെ അസർട്ടീവായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നു. കേട്ടോ ഡോക്ടർ സലീം? Yes. Thank you.
ഫംഗസ് ഉണ്ട് ഡോക്ടർ ശശിധരൻ, പക്ഷേ ഫംഗസ് അതിനൊരു എക്സ്റ്റേണൽ ഒരു ഉള്ള ടിഷ്യൂവിലാണ് അത് കൂടുതലും ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ എൻഡോഡിൻ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫംഗസിന്റെ ആക്ടിവിറ്റി കുറവായിട്ടാണ് ഞാൻ വായിച്ചെടുത്തും പഠിച്ചെടുത്തും ഒക്കെ വന്നത്. ഫംഗസും ട്യൂബർക്കുലർ ബാസിലസും മൈക്കോബാക്ടീരിയം എന്ന് പറയും. ഇത് രണ്ടുമാണ് എൻഡോഡേം ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിന്റെ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഡ്യൂറിങ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റിയിൽ എക്സ്ട്രാ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻസ് നടന്ന സംഭവം അത് ഡിസോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ടേക്ക് അവേ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രണ്ട് ഓർഗാനിസംസ് ആണ്. GSK എതിരായിട്ട് പറയുന്ന ദേ ഡോണ്ട് ബിലീവ് ഇൻ മൈക്രോബ്സ്, അതുകൊണ്ട് വി ഡോണ്ട് ജോയിൻ, വി ഡോണ്ട് ലേൺ ഇറ്റ്. നമ്മൾ വൈറസിനെ ബിലീവ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയയെ ബിലീവ് ചെയ്യുന്നുണ്ട്, ഫംഗസിനെ ബിലീവ് ചെയ്യുന്നുണ്ട്, മൈക്കോ ബാക്ടീരിയ എന്ന് പറയുന്ന ട്യൂബർക്കുലർ ബാസിലസിനെയും അംഗീകരിക്കുന്നുണ്ട്. ബട്ട് ദേ ആർ ഇൻഹെറന്റ്, ഇന്നേറ്റ്, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അല്ല, ദേ ആർ നോട്ട് കമ്മിങ് ഫ്രം എക്സ്റ്റേണൽ ടു ഹാം യു, ടു കിൽ യു, ടു മേക്ക് യു സിക്ക്. എനിക്ക് 2 ദിവസം മുമ്പ് ഒരു സ്റ്റൈ വന്നു. അപ്പം ഞാൻ GNM വായിച്ചു നോക്കിയപ്പോൾ സ്റ്റൈ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫീലിംഗായിട്ട് ഒന്നും, സാധാരണ എല്ലാം നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് കണക്ഷൻ. ഇത് സ്റ്റൈ ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അങ്ങനെയാണോ എന്തെങ്കിലും? എനിക്ക് അത്രമാത്രം ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ. സ്റ്റൈ ഹീലിംഗ് ആണ് ഡോക്ടർ. സ്റ്റൈ ഈസ് ഹാപ്പനിങ് ഓൺ ദി എപ്പിഡെർമിസ് ഓഫ് ദി സ്കിൻ. ഐലിഡിന്റെ ഔട്ടർ മോസ്റ്റ് കവറിങ്ങിലാണ് സ്റ്റൈ ഉണ്ടാകുന്നത്. അതിന്റെ കാരണം കൃത്യമായിട്ട് GNM പറഞ്ഞിട്ടുണ്ട്. എന്താണ് എപ്പിഡെർമിസിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്? സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. അതിനെ നമ്മൾ വിഷ്വൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് കാണാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കാണേണ്ടതായിട്ട് വന്നു എന്ന് തന്നെയാണ് കോൺഫ്ലിക്റ്റ്. അതിന്റെ ഹീലിംഗ് സ്റ്റേജിലാണ് ഈ പറയുന്ന സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതാണ്. അതാണ് സ്റ്റൈ. പുറമേയുള്ള ഈ സ്കിൻ ടാഗ്സ് ഒക്കെ സ്റ്റൈ എന്ന് പറയുന്നതിന്റെ ഈ പണ്ട് എക്സാം എടുക്കുന്ന സമയത്തൊക്കെ ഇത് കൂടുതൽ വന്നിരുന്നു. അപ്പം അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടാണെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും? എന്റെ സുഹൃത്തെ, നമ്മൾ എന്തോരം മിസ്ഇന്റർപ്രിട്ടേഷൻസ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അല്ല നമ്മൾ GNM ആയിട്ട് എങ്ങനെയാ ഇതിന്റെ ഇൻവോൾവ് ചെയ്യുന്ന ടിഷ്യൂ ഞാനിപ്പോ പറഞ്ഞാൽ എപ്പിഡെർമിസ് ആകണമെന്നില്ല. അതിന് നമ്മൾ എന്താ സ്കിൻ ടാഗ് എന്നൊക്കെ പറയാം, ഔട്ടർ ആയിട്ട് വരുന്നത്. പക്ഷെ സ്റ്റൈ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അവിടെ ഒരു ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റും കൂടി ഉണ്ട്. അത് ലോക്കലൈസ് ചെയ്തിട്ട് ഹാർഡായിട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇത് തന്നെയാണ് കോൺഫ്ലിക്റ്റ്. ഇത് തന്നെയാണ്. അല്ല, ഇത് എന്റെ കേസിൽ ഹാർഡായിട്ടില്ല, പെട്ടെന്ന് വന്നാണ്. അപ്പൊ പെട്ടെന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി ഡോക്ടർ. ഓക്കെ, ഞാൻ അതിനെ ഇപ്പൊ താങ്കൾ പറഞ്ഞ പണ്ട് എൻ്റെ +2 10th ഈ ഫൈനൽ എക്സാമിനേഷൻ ആയിട്ട് വരുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നു നന്നായിട്ട്. അപ്പൊ അതിനെ GNM ഇതിലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോന്ന് വെച്ചു. ആ സമയത്താണ് കൂടുതൽ വന്നിരുന്നത്. കാണാൻ ആഗ്രഹിച്ചത് എന്താണ്, എനിക്ക് കാണാൻ കിട്ടാതെ പോയത് എന്താണ്, ഞാൻ കാണാൻ ഇഷ്ടമില്ലാത്തത് കാണേണ്ടതായിട്ട് വന്നത് എന്നുള്ളതാണ് അവിടുത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കോൺഫ്ലിക്റ്റ്. വിഷ്വൽ സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ സ്റ്റൈ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പല സ്റ്റേജിൽ വരാം. അതിൻ്റെ ഹീലിംഗ് സ്റ്റേജിൽ ഹാർഡായിട്ട് കിടക്കാം. അവിടെ ബാക്ടീരിയൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഡിസ്ചാർജ് വരാം, പഴുപ്പ് വരാം, വേദന വരാം, ഇൻഫ്ലമേഷൻ വരാം. ഓക്കെ, അത് പരീക്ഷയായിട്ട് വേണം കണക്ട് ചെയ്ത് ചിന്തിക്കാം. കാണാൻ ആഗ്രഹിക്കത്താണല്ലോ പരീക്ഷയ്ക്ക്. കാണാൻ ആഗ്രഹിക്കാത്തതല്ല. Anybody else? അല്ലെങ്കിൽ നമുക്ക് പിരിയാം. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ വായിക്കുക. ഞാൻ ഇന്ന് കുറച്ച് പിക്ചേഴ്സ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, വായിക്കുക. അടുത്ത ആഴ്ച ആ ഒരു ഓർഡറിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ ദിവസം ഞാൻ ഹാൻഡിൽ ചെയ്യും. ഡോക്ടർ ശശിധരൻ അതിൻ്റെ കേസസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫണ്ടമെന്റ്സിനെ കുറിച്ച് എല്ലാം വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ എൻ ശശിധരൻ. അപ്പൊ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമ്മുടെ ഉണ്ട്, ഡോക്ടർ സന്തോഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ടതും വളരെ ആകാംക്ഷയോടുകൂടി പഠിക്കുകയും പഠിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അബ്ദുൾ സലാം വന്നിട്ടുണ്ട്. താങ്ക് യു സർ.
പ്രകാശ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കൊള്ളാം ഡോക്ടറെ. Simply താങ്ക് no- യു ഡോക്ടർ വർഗീസ്. താങ്ക് യു സന്തോഷ്. സിമ്പിൾ നോസ് ബ്ലോക്ക് ഇപ്പത്തിന് മുമ്പ് അറിഞ്ഞില്ല, അത് അതിലെന്തായിരിക്കും? അങ്ങനെ ഓരോ രോഗം ഇന്ന് ചർച്ച ചെയ്ത് പോണോ സലിം? വേണ്ട ഞാനിങ്ങനെ സംശയം ചോദിക്കാൻ അവസരം കിട്ടിയോണ്ട് ചോദിച്ചുള്ളൂ. നോസ് ബ്ലോക്ക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ടോപ്പിക്കുകളാണ്. ഓക്കെ, എന്നാ വേണ്ട. പ്രോഗ്രാം ഡോക്ടർ വായിക്കുക, നേസൽ മ്യൂക്കോസ പ്രോഗ്രാം. ഓക്കെ നമ്മൾ ഒരിടത്തും എത്തത്തില്ല. വേണ്ട ഓക്കെ. ഡോക്ടർ പ്രവീൺ കർമ്മരത്നുണ്ട്. എനിക്ക് അറിയുന്നവരുടെ പേരാ വിളിക്കുന്നുണ്ടോ? എല്ലാവരുടെയും സാന്നിധ്യത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ആൾക്കാരെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവരിക. അവരും കൂടെ പഠിക്കട്ടെ. അവരുടേതായുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ലോജിക്കലായിട്ട് നമുക്ക് പഠിച്ചാൽ അവരവരുടെ ആരോഗ്യവും അകാലത്തിലുള്ള അപകടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. വരും സാറേ, എല്ലാം നല്ല കാര്യങ്ങൾ അല്പം വൈകിയാണ് സംഭവിക്കുള്ളൂ, പക്ഷെ വരാതിരിക്കില്ല. ഇവിടെ വരാതെ ഇത് അവസാനിക്കാനാവില്ല ആളുകൾക്ക്. താങ്ക് യു. അനിത, നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. Okay, sir. Thank you, sir. Thank you for a wonderful session. ഞാൻ അനിതയ്ക്ക് ഒരു Thank you. നന്ദി പറഞ്ഞില്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഡോക്ടർ അനിതയാണ്. അനിതയുടെ മാത്രം ശ്രമഫലമായിട്ടാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ ദിവസത്തെയും റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഡോക്ടർ അനിതയുടെ വെബ്സൈറ്റിൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും പൂർണ്ണമായും കൂടിയില്ല അല്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സമയമുള്ളവർക്ക് അത് കാണാം. അത് ഞങ്ങളുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഗ്ലോബൽ GSKയുടെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിലും അധികം താമസിയാതെ അത് ഉണ്ടാവും. താങ്ക് യു. പറഞ്ഞോളൂ. Thank you, sir. Thank you all. Good night.